proposed delimitation of Lok Sabha constituencies is hanging over our heads like the sword of Damocles. Various reports indicate that the BJP-led union government is going ahead into the delimitation process without any consultation. This sudden move is not driven by any constitutional principle or any democratic imperative, but by narrow political interests. അതെ, ഫാസിസത്തിലേക്കുള്ള അമിതാധികാര പ്രവണത, ഭാഷയിലും പാർട്ടിയിലുമൊക്കെ ഏകത്വം, അങ്ങനെ ഹിറ്റ്ലറേറിയൻ പ്രവണതകളുമായി മോദി സർക്കാർ നീങ്ങുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എതിർക്കുന്നവരുടെയൊക്കെ ശബ്ദങ്ങൾ ഇല്ലാതാക്കുന്ന സംഘപരിവാറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉത്തുംഗതയാണ് പാർലമെൻറ്റിലെ ദക്ഷിണേന്ത്യയുടെ പ്രാതിനിധ്യം ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള മണ്ഡല പുനർനിർണയ നീക്കം. ഇപ്പോൾ തന്നെ സാമ്പത്തികമായ അടക്കം ഈ വേർതിരിവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇരകളാണ്. GDP-യിലും GST-യിലും ദക്ഷിണേന്ത്യ അവരുടെ ജനസംഖ്യയെ അപേക്ഷിച്ച് വലിയ നിരക്കാണ് സമർപ്പിക്കുന്നത്. എന്നിട്ടും അവഗണന. ഈ പശ്ചാത്തലത്തിലാണ് ജനസംഖ്യാ നിയന്ത്രണം നടത്തിയ സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ കേരളമടക്കമുള്ളവർ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. സംയുക്ത നീക്കങ്ങളുമായി ദക്ഷിണേന്ത്യയുടെ ശ്രമങ്ങൾ വിജയം കാണുമോ? ആശങ്ക പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാം? നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. PDT ആചാരി, മുൻ ലോക്സഭാ സെക്രട്ടറി; V വസീഫ്, CPIM നേതാവ്; വസന്ത് സ്രേഖ്, കോൺഗ്രസ് വക്താവ്; രാജേന്ദ്രൻ പന്തളം, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ; ഒപ്പം MJ ശ്രീചിത്രൻ എന്നിവരും നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കും. ആദ്യം ശ്രീ PDT ആചാരി ലൈനിലുണ്ട് എങ്കിൽ. ശ്രീ PDT ആചാരി, നമസ്കാരം. ഈ ദക്ഷിണേന്ത്യയുടെ വലിയ ആശങ്കയാണ് ഈ മണ്ഡല പുനർനിർണയത്തിൽ എത്തുന്നത്. ഈ രാഷ്ട്രീയമായൊരു ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് 71 മുതൽ ഉള്ള ഇതിൻ്റെ ഒരു സാഹചര്യം, ഇത് ഇപ്പോൾ ഉയർത്തുന്ന ആശങ്ക ഒക്കെ സംബന്ധിച്ച് ശ്രീ PDT ആചാരി. 71 പോപ്പുലേഷൻ അനുസരിച്ചാണ് ഈ സഭയിലെ സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞത് ഈ പുനർനിർണയം, മണ്ഡലങ്ങളുടെ പുനർനിർണയം എന്നുള്ളത് മാത്രമല്ല, പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് സീറ്റുകളാണ്. സീറ്റുകളുടെ റീഅഡ്ജസ്റ്റ്മെന്റ് ഓരോ സംസ്ഥാനത്തിനും. ഇപ്പൊ നമുക്ക് 20 സീറ്റുകളാണല്ലോ കേരളത്തിനുള്ളത്. UP-ക്ക് ആണെങ്കിൽ 80 ആണ്. 71 85 ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഉത്തരാഖണ്ഡ് മാറിയപ്പോൾ 5 സീറ്റ് അവർക്ക് കൊടുത്തു. അങ്ങനെ UP-യുടെ സീറ്റ് ഇപ്പൊ 80 ആയി. 71 പോപ്പുലേഷൻ എന്ന് പറയുന്നത്, അന്ന് UP-യിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8.something ആണ്, അങ്ങനെ കോടിയാണ്. 8 കോടിക്ക് ശകലങ്ങൾ കൂടുതൽ അന്ന്, 8 കോടി. കേരളത്തിലെ പോപ്പുലേഷൻ ആണെങ്കിൽ അന്ന് 2 കോടി സംതിങ് ആണ്. അങ്ങനെയായിരുന്നു പോപ്പുലേഷന്റെ ഒരു അവസ്ഥ. അപ്പൊ ആ പോപ്പുലേഷന്റെ ബേസിസിലാണ് അവിടെ ഇത് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോ UP-യുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 25 കോടിയായിരിക്കുന്നു. അതായത് 3 ഇരട്ടിയോളം കൂടിയിരിക്കുന്നു. നമ്മുടേത് 2024 അനൗദ്യോഗിക കണക്ക് എന്ന് പറയുന്നത് 3.5 crores എന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1 കോടി ആളുകളുടെ ജനസംഖ്യ വർധന ഉണ്ടായപ്പോൾ UP-യില് 8 നിന്ന് 25 ആയി. അപ്പം 17 കോടി ആണ് അവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ 81-ാം വകുപ്പ് അനുസരിച്ച് ഒരു ലോക്സഭയുടെ സീറ്റുകൾ ഡിസൈഡ് ചെയ്യുന്നത്, അതിനൊരു ഫോർമുല അതിൽ പറയുന്നുണ്ട്. അതായത് സീറ്റുകളുടെ എണ്ണം, ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്ന സീറ്റുകളുടെ എണ്ണവും അവിടുത്തെ പോപ്പുലേഷനും തമ്മിലുള്ള പ്രൊപ്പോർഷൻ, അനുപാതം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ എന്നാണ് പറയുന്നത്, ഒരുപോലെ ആയിരിക്കണം. ഇതാണ് അതിനകത്ത് 81-ലെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. അത് 71-ല് ഈ പോപ്പുലേഷൻ ആണല്ലോ ഇതിന്റെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അന്ന് 10 ലക്ഷം ആളുകളുടെ 10 ലക്ഷം ആളുകളുടെ ഒരു ബേസിസിലാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസി നിശ്ചയിച്ചിരുന്നത്, സീറ്റുകൾ നിശ്ചയിച്ചിരുന്നത്. 10 ലക്ഷം ആളുകൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ, അങ്ങനെയാണ് അത് നിശ്ചയിച്ചിരുന്നത്. UP-യിലെ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ 8 കോടിയിൽ പരം ഉണ്ടായിരുന്നു.
അന്ന് 85 സീറ്റും ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ അത് ഏതാണ്ട് ഒരു 9 ലക്ഷത്തി ചില്ലുവാനും ആ രീതിയിലാണ് കണക്കാക്കുന്നത്. കേരളത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു 10 ലക്ഷം അല്പം കൂടെ കൂടിയിരിക്കും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് ഏത് ബേസിസിലാണ് ഈ സീറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് പ്രധാനമായിട്ടുള്ളത്. സീറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഏത് രീതിയിലായിരിക്കും, ഏത് അടിസ്ഥാനത്തിലായിരിക്കും? ഈ 10 ലക്ഷം എന്നൊക്കെ ഉള്ളത് ആ കാലത്ത്, അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും 15 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷം വരെ ആയിരിക്കുന്നു ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസിന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത്, ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഏത് രീതിയിൽ, ഏത് ബേസിസിലായിരിക്കും ഇത് നിശ്ചയിക്കാൻ പോകുന്നുള്ളത് വലിയ ഒരു ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ ശ്രീ പി ഡി ടി ആചാര്യ, ഇപ്പോൾ തന്നെ 543-ൽ 24% ജനസംഖ്യ എന്ന കണക്കിൽ ഏതാണ്ട് 129 സീറ്റുകളാണ് ദക്ഷിണേന്ത്യക്കുള്ളത്. അത് വീണ്ടും കുറയുന്നൊരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ ആശങ്ക. അതായത് അത് ഈ ഇതനുസരിച്ചിരിക്കും. അതായത് ഈ ഏത് റേഷ്യോയിലാണ് ഇവർ ചെയ്യാൻ പോകുന്നെന്നുള്ളത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. 10 ലക്ഷം ആണ് ബേസിസ് എങ്കിൽ യു പിക്ക് ഏതാണ്ട് 200 ചില്ലുവാനും സീറ്റുകളുടെ അർഹതയുണ്ട്. 4ഓളം സീറ്റുകൾ യു പിക്ക് മാത്രമേ. യു പിക്ക് 200 ചില്ലുവാനും സീറ്റുകളുടെ അർഹതയുണ്ട് അവർക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും അല്പം പോപ്പുലേഷൻ കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ, 71-ൽ നിന്ന് 2025-ലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ. അപ്പൊ അവിടെ എല്ലാം ചെറിയ ചെറിയ വർധന വന്നാലും യു പി, ബീഹാർ എന്നൊക്കെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ആണ്. കാരണം അവിടെ ക്രമാതീതമായ പോപ്പുലേഷന്റെ വർധന ഉണ്ടായ സ്ഥലങ്ങളാണ് അതെല്ലാം. അപ്പൊ അവിടെയാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിപ്പോ ഏത് ഫോർമുല വെച്ചാലും ഒരു ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്, അനർഹമായ ബെനിഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഉണ്ടാവുന്നത് ഈ യു പി, ബീഹാർ മുതലായ ഹിന്ദി ബെറ്റിലെ സംസ്ഥാനങ്ങളാണ്. അവിടെയാണ് ഈ പോപ്പുലേഷൻ നിയന്ത്രണമില്ലാതെ മുമ്പോട്ട് പോയത്, വർദ്ധിച്ചത്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആകെ ഒരു ചിന്താക്കുഴപ്പമുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ഫോർമുലയാണ് വെച്ചിരിക്കുന്നത്? ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ 81-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന ഫോർമുല അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ യു പിയുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്നിപ്പം അതായത് 80 സീറ്റുകളും ഇന്നത്തെ പോപ്പുലേഷനും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അത് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുകയുള്ളൂ സീറ്റുകൾ. നമ്മുടെ സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ട് ആ ഒരു ഫോർമുലയാണെങ്കിൽ. പക്ഷെ ആ ഫോർമുലയാണോ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള സാഹചര്യമാണ് ഓരോ സ്വഭാവം വെച്ച് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അതാണ് വലിയ ആശങ്ക. അതെ, ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചത് ശ്രീ പി ഡി ടി ആചാരി. ശ്രീ വി വസീഫ്, വസന്ത് ശ്രീയക്ക്, രാജേന്ദ്രൻ പന്തളം, എം ജെ ശ്രീജിത്തൻ. ഞാൻ പോകുന്നതിന് മുമ്പ് എം കെ സ്റ്റാലിൻ ഇന്ന് സംയുക്ത സമിതിക്ക് ശേഷം സംസാരിച്ചത് കൂടി ഒന്ന് കേൾക്കാം. நமது மாநிலங்கள் நமக்கு தேவையான நிதியை பெறுவதற்கு கூட போராட வேண்டி வரும். நமது விருப்பமில்லாமல் நமக்கான சட்டங்கள் வடிவமைக்கப்படும். நமது மக்களை பாதிக்கும் முடிவுகள் நம்மை அறியாதவர்களால் எடுக்கப்படும். பெண்கள் அதிகாரம் அடைவதில் பின்னடைவுகளை சந்திப்பார்கள். மாணவர்கள் முக்கிய வாய்ப்புகளை இழப்பார்கள். உழவர்கள் ஆதரவின்றி பின்தங்குவார்கள். நமது பண்பாடு, அடையாளம் மற்றும் முன்னேற்றம் ஆபத்தை சந்திக்கும். காலங்காலமாக நாம் போற்றி பாதுகாத்து வரும் சமூக நீதி பாதிக்கப்படும். குறிப்பாக പട്ടിയലിന പഴங்குടി മക്കൾ അധികം ബാധിക്കപ്പെടുവാர்கள். അതാണ് കോൺഗ്രസ് വക്താവ് ശ്രീ വസന്ത് ശ്രീയക്കിലേക്ക്. ശ്രീ വസന്ത് ശ്രീയക്ക്, അതായത് ഇപ്പോൾ തന്നെ ജനസംഖ്യയുടെ 18% എന്ന നിലയിൽ GDP ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഉള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ ഏതാണ്ട് 36%. GSTയിലും അതെ. പക്ഷേ സാമ്പത്തികമായി ഇപ്പോൾ തന്നെ വേർതിരിവിലാണ്. കാരണം കൊടുക്കുന്ന 1 രൂപയിൽ 30 പൈസ മറ്റോ ആണ് നമുക്ക് തിരികെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുന്നു. വിദ്യാഭ്യാസപരമായ പല കാര്യങ്ങളും, നയങ്ങളും ചട്ടങ്ങളിലൂടെയും ദക്ഷിണേന്ത്യയുടെ അന്തസ്സിനെ, അതിൻ്റെ സ്വത്വബോധങ്ങളെ എല്ലാം അടിച്ചു തകർക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സീറ്റുകൾ കൂടി ഇല്ലാതാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. 129 സീറ്റുകൾ എന്ന പാർലമെൻറ്റിലെ ലോക്സഭയിലെ നമ്മുടെ സാന്നിധ്യം കുറയുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വലിയ ആശങ്കയാണ് പെടുത്തുന്നത്. ഇത് സംഘപരിവാർ കൈകാര്യം ചെയ്യുന്നു എന്നതുകൂടിയാണ് അതിലെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. വസന്ത് ശ്രീക്ക്. തീർച്ചയായും ശ്രീ അജിം ഷാ, നോക്കൂ എവിടേക്കാണ് സീറ്റ് കൂടാൻ പോകുന്നത്. സീറ്റ് കൂടാൻ പോകുന്നത് മധ്യപ്രദേശിലാണ്, ഉത്തർപ്രദേശിലാണ്, ബീഹാറിലാണ്,
അതായത് ഹിന്ദി ഭൂമിയിൽ, ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമാണ് സീറ്റുകൾ കൂടാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് സീറ്റ് കൂടാൻ പോകുക? ഇവർ പറയുന്ന മാനദണ്ഡം പോപ്പുലേഷൻ ആണെങ്കിൽ, പോപ്പുലേഷൻ മാത്രമായിരുന്നെങ്കിൽ 51 മുതലേ ഇന്ത്യൻ ഭരണകൂടം അന്ന് മുതൽ ഇപ്പോ 2025 വരെ എത്തി നിൽക്കുന്ന ഇന്ത്യൻ ഭരണകൂടങ്ങൾ അവിടെ മാറി മാറി ഭരിച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും ഒരേ രീതിയിൽ പറഞ്ഞതും ആവശ്യപ്പെട്ടതും ജനസംഖ്യാ നിയന്ത്രണത്തെ പറ്റിയാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ നാൾ തൊട്ടേ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട നയങ്ങളുമായി മുമ്പോട്ട് പോവുകയായിരുന്നു എല്ലാ. പണ്ട് 50 രൂപയും ബക്കറ്റും ഒക്കെ സഞ്ജയ് ഗാന്ധിയുടെ കാലത്തല്ലേ വസന്ത് സരീഖ്? അല്ല, അതിലേക്ക് ഡീറ്റെയിൽ ആയി പോകണമെങ്കിൽ ഡീറ്റെയിൽ ആയി പോകാം. നോക്കുക, ജനസംഖ്യാ നിയന്ത്രണം ആവശ്യമാണ് എന്നതിൽ അങ്ങേക്കും എതിരഭിപ്രായം ഉണ്ടാവില്ലല്ലോ. കാര്യം അത്രമാത്രം നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള അവസ്ഥ ഇന്ന് ഇല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നായി, ഒരുപക്ഷെ പുതിയ ഡേറ്റകൾ പുറത്തു വരുമ്പോൾ 1ാമത്തെ രാജ്യമായി ഇന്ത്യ മാറാൻ പോവുകയാണ്. അവിടെ നമുക്ക് ജനസംഖ്യാ നിയന്ത്രണം ആനുപാതികമായി മുമ്പോട്ട് കൊണ്ടുപോയേ മതിയാവുകയുള്ളൂ. അത് ഏതാണ്ട് 70കൾ തൊട്ട് ഇങ്ങോട്ട് പൂർണ്ണാർത്ഥത്തിൽ ഏറ്റെടുത്ത സംസ്ഥാനമാണ് കേരളം, തമിഴ്നാട്, കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങി ദക്ഷിണേന്ത്യൻ ദ്രാവിഡിയൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അതിനനുസരിച്ച് ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിവിധ കേന്ദ്ര സർക്കാരുകളുമായി കോർപ്പറേറ്റ് ചെയ്തവരാണ്. അതുകൊണ്ടാണല്ലോ 77-ൽ അല്ലെങ്കിൽ 75-നും 77-നും ഇടയ്ക്ക് പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടാവേണ്ടിയിരുന്ന ഈ ഡീലിമിറ്റേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടിവെച്ചത്. പിന്നീട് വാജ്പേയിയുടെ ഗവൺമെന്റ് തന്നെയാണ് 2026 വരെ എക്സ്റ്റെൻഡ് ചെയ്തത്. ഒരുപക്ഷെ 2004-ൽ ഉണ്ടാവേണ്ടിയിരുന്ന ഡീലിമിറ്റേഷൻ, 2002-ൽ ഉണ്ടാവേണ്ടിയിരുന്ന ഡീലിമിറ്റേഷൻ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തതാണ് വാജ്പേയിയുടെ ഗവൺമെന്റ് ആണ് 2026 വരെ. അതുകൊണ്ടാണല്ലോ മോദി സർക്കാരിന് കഴിഞ്ഞ 10 വർഷമായി ഡീലിമിറ്റേഷനെ തൊടാൻ പറ്റാതെ പോയത്. നോക്കൂ, സ്വാഭാവികമായും കേന്ദ്ര സർക്കാരുകളുടെ വാക്കുകളോട് താതാമ്യപ്പെട്ടുവെന്നും അതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുവെന്നും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചു എന്നതുമാണോ നമ്മൾ ചെയ്ത തെറ്റ് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. ശ്രീ അജിംഷാദ് അങ്ങ് ചോദിച്ചതുപോലെ എന്താണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ചെയ്ത തെറ്റ്? 2 തെറ്റുകൾ. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിവിധ കേന്ദ്ര സർക്കാരുകൾ, കോൺഗ്രസ് ഉണ്ട്, അതിൽ ജനതാ പാർട്ടികളുണ്ട്, അതിൽ സംഘപരിവാറുണ്ട്, ഇവരുടെ എല്ലാം വിവിധ കേന്ദ്ര സർക്കാരുകൾ നാൾക്ക് നാൾ മാറി മാറി പറഞ്ഞ് ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ള പോളിസിയോട് നമ്മൾ താതാമ്യപ്പെട്ടു. അതാണോ പ്രശ്നം? 2, BJPക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അവിടെയും എവിടെയും ഒക്കെ മറ്റേ എലിമിനേഷൻ ബൾബ് പള്ളിപ്പെരുന്നാളിന് കത്തുന്ന പോലെ ചിലയിടത്ത് കത്തും ചിലയിടത്ത് കത്തില്ല എന്ന് പറഞ്ഞതുപോലെ 4-3-7 സീറ്റ് മാത്രമേ BJPക്ക് ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളൂ. അവർ വിചാരിക്കുന്നത് പോലെ ഒരു ബുൾഡോസറായി കടന്നു വരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ബുൾസയുടെ പോലും വിലയില്ലാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവരെ പടിയടച്ച് പിണ്ടം വെക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മേലാളത്വ സ്വഭാവം കൊണ്ടാണ്, അവരുടെ ഹിന്ദി ആഭിമുഖ്യം കൊണ്ട് തന്നെയാണ്. ഒരു സംശയം വേണ്ട ഇതിനകത്ത്. എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ഈ പറയുന്ന BJPക്കും സംഘപരിവാരത്തിനും കടന്നു വരാൻ പറ്റാത്തത്? ഒന്ന്, അവരുടെ ഈ വരേണ്യ വർഗത്തോടുള്ള അവരുടെ ഒരു പ്രീതി, അവരുടെ ലീഡർഷിപ്പിന് അത്തരത്തിലുള്ള സംഘപരിവാരത്തിന്റെ നിയന്ത്രണം. 2, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ എല്ലാ കാലത്തും അവർ കാണുന്നത് ഒരു 2ാം കിട പൗരന്മാരായിരുന്നു, ഒരു സെക്കൻഡ് സിറ്റിസൺ എന്നൊക്കെ നമ്മൾ യൂറോപ്യൻ നേഷൻസിൽ പറയുന്നത് പോലെയാണ് അവരുടെ എല്ലാ പോളിസികളിലും എഴുത്തുകളിലും ലേഖനങ്ങളിലും ഒക്കെ ഓർഗനൈസർ പോലും പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് എന്ന്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് കടന്നു വരാൻ പറ്റാത്തൊരു മേഖലയിൽ തൽക്കാലം സീറ്റ് അങ്ങ് കുറച്ചേക്കാം. എന്നിട്ട് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഒരുപക്ഷെ ഹിന്ദി ആഭിമുഖ്യം പറയാൻ പറ്റുന്നിടത്ത്, വർഗീയ രാഷ്ട്രീയം കൂടുതൽ ചെലവാകുന്നിടത്ത്, ഹിന്ദുത്വ രാഷ്ട്രീയം കൂടുതൽ പയറ്റാൻ പറ്റുന്നിടത്ത് കൂടുതൽ സീറ്റുകൾ കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ അത് അനീതിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നോക്കൂ, ഇപ്പോൾ തന്നെ 23% റെപ്രസെന്റേഷൻ മാത്രമാണ് നമുക്ക് പാർലമെന്റിനുള്ളിലുള്ളത് ശ്രീ അജിംഷാദ്. ഇപ്പോൾ 23% ഉള്ളൂ. ഇപ്പോ ഇവർ ഈ പറയുന്നത് പോലെ ഇവർ ഇതിനെ ഇനി റീറൈറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു റീഡ്രാഫ്റ്റിംഗ് നടത്തിയാൽ നമ്മളത് 16-ലേക്കോ 13-ലേക്കോ ചുരുങ്ങും. അമിത്ഷായും നരേന്ദ്രമോദിയും നാൾക്ക് നാൾ മാറ്റി മാറ്റി പറയുന്നുണ്ട് എന്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ നമ്പർ കുറയില്ല. പക്ഷേ നമ്പർ കുറയാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ ബേസിക് പ്രശ്നം അവിടെയാണ്. ഇന്നിപ്പോ സ്റ്റാലിൻ ആണെങ്കിലും അജിംഷാദ് ആണെങ്കിലും ഒക്കെ പറഞ്ഞു പോയത് മെയിനായിട്ട് നമ്മുടെ നമ്പർ കുറയുന്നോ എന്നുള്ളതാണ്. നമ്പർ കുറയാതിരുന്നത് കൊണ്ട് മാത്രം പ്രശ്നമില്ല. ഇപ്പൊ കേരളത്തിൽ 20 സീറ്റുണ്ട്, പക്ഷേ ഉത്തർപ്രദേശിൽ ഞങ്ങൾ ഇതാ 80-ൽ നിന്ന് അത് 200 ആക്കുന്നു, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ഞങ്ങൾ 60-ൽ നിന്ന് അത് 100 ആക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ അത് ഇരട്ടിയാക്കാൻ പോകുന്നു. പക്ഷെ കേരളം ഭയക്കേണ്ട കേട്ടോ, നിങ്ങൾക്ക് 20 ഉണ്ട്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ തന്നേക്ക് 21 എടുത്തോളൂ, അല്ലെങ്കിൽ തമിഴ്നാട് വായിക്കണ്ട, നിങ്ങൾക്കുള്ളതിൽ നിന്ന് ഒന്നുപോലും ഞങ്ങൾ കുറയ്ക്കില്ല എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള നീതി നടപ്പിലാക്കലും നടക്കില്ല, ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മളുടെ ഈക്വൽ റെപ്രസെന്റേഷൻ അത് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്. ഏത് ഈക്വലി പരിഗണിക്കപ്പെടുക. അതിന് ദക്ഷിണേന്ത്യയാണോ ദ്രവീഡിയനാണോ, അതിന് സ്കിന്നിന്റെ കളറിന്റെ വ്യത്യാസമുണ്ടോ, ഹിന്ദി തെരിയാതെ പോടാ എന്ന് പറയുന്നവരാണോ, ഹിന്ദി അറിയത്തില്ല പോയി വേറെ പണി നോക്ക് എന്ന് പറയുന്നവരാണോ എന്നുള്ള യാതൊരുവിധ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 20-ൽ നിന്ന് 21 തന്നാൽ പോരാ. ഏത് പ്രൊപ്പോർഷനിലാണോ, ഏത് റേറ്റിലാണോ, ഏത് റേഷ്യോയിലാണോ ഹിന്ദി ഹാർഡ് ഭൂമിയിൽ, ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ വ്യത്യാസം ഉണ്ടാവുന്നത്, അതേ റേഷ്യോയിൽ ഇവിടെയും വ്യത്യാസം ഉണ്ടാവണം. അവിടെ 15% സീറ്റ് വർദ്ധിപ്പിക്കുന്നെങ്കിൽ സ്വാഭാവികമായി ഇവിടെ 15% സീറ്റ് വർദ്ധിപ്പിക്കാൻ തീർച്ചയായും. സാധിക്കും. വി വസീഫ്, CPIM നേതാവ് ശ്രീ വി വസീഫ്, നോക്കൂ, ഇവിടെ സിറിയക്ക് പറഞ്ഞതിൽ ഒരു വലിയ കാര്യമുണ്ട്. കാരണം 20 സീറ്റ് കുറയും, 15 കുറയും, തമിഴ്നാടിന് കുറയും, പഞ്ചാബിന് കുറയും, ഹിമാചൽ പ്രദേശിന് കുറയും, ഇങ്ങനെ കുറയും. പക്ഷേ കൂടുന്നത് ആർക്കൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ളവർക്ക് സീറ്റുകൾ കൂടും. ഉത്തർപ്രദേശ് ഇപ്പോൾ തന്നെ 80 അത് 104, അതിന് മുകളിലേക്ക് സീറ്റുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ശരിയാണ്, ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റിൽ കുറവ് വരില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു ചെറിയ ഒന്നിനെ അത് ചെറുതാക്കുന്നത് ഇപ്പുറത്തൊരു വലിയ ഒന്നിടുമ്പോഴാണ്. അപ്പം ഇക്വിറ്റി അല്ലെങ്കിൽ ആ ഇക്വാലിറ്റിയെ അട്ടിമറിക്കുന്ന തരത്തിൽ ഉത്തരേന്ത്യയുടെ സീറ്റിൽ വലിയ വർധനവ്, അതായത് BJPക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ വലിയ സീറ്റുകളുടെ വർധനവുണ്ടാക്കിയാൽ അതൊരുപക്ഷേ ദക്ഷിണേന്ത്യയുടെ സീറ്റുകൾ കുറച്ചില്ലെങ്കിൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സമത്വം എന്ന അല്ലെങ്കിൽ കൃത്യമായ വിഭജനം എന്ന അവകാശം അവരിൽ ധ്വംസിക്കപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം, ഇതൊക്കെ ചെയ്യുന്നത് മോദിയും അമിത്ഷയും സംഘപരിവാറും RSSും ഒക്കെയാണ് എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൈകോർക്കുന്നതിലേക്ക് നീങ്ങുന്നത്. വി വസീഫ്, ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതുവരെ ചർച്ചയിൽ പറഞ്ഞ എല്ലാ ഭാഗവും നമ്മൾ കേരളത്തിലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെ ജനങ്ങളുടെ ഒരു ആശങ്ക തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. ഭരണഘടനയ്ക്കും ഫെഡറലിസത്തിനും ഒക്കെ പുല്ല് വില കൽപ്പിക്കുന്നവരാണ് ഇവരാഗ്രഹിക്കുന്നത് പോലെ എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, തുടർച്ചയായി ഭരണം നിർത്താൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പോലും 9% വോട്ടിൽ കുറവ് വന്നവരായി അപ്പോൾ എങ്ങനെ വലിയ ധ്രുവീകരണ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് വലിയ ധ്രുവീകരണത്തിന് സാഹചര്യമൊരുക്കിയാൽ ഇവർക്ക് വീണ്ടും അധികാരത്തിൽ നിലനിന്ന് പോകാം എന്ന് വലിയ ആലോചന നടത്തുന്നവരായി അപ്പോൾ അതുകൊണ്ട് നല്ല ജാഗ്രതയോടുകൂടി വേണം BJPയുടെ ഈ നീക്കത്തെ കാണാൻ എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇപ്പോൾ ഇവർ പറയുന്നത്, ഇപ്പോൾ അമിത്ഷാ തമിഴ്നാട്ടിൽ വന്ന് പറഞ്ഞത് ഞങ്ങൾ സീറ്റിൻ്റെ എണ്ണമൊന്നും കുറക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 543 തന്നെ നിർത്തി ഇവർ ഇതൊന്ന് റീഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ഒരു പുനഃക്രമീകരണം നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? 80 സീറ്റുള്ള ഉത്തർപ്രദേശിന് അത് 143 സീറ്റാവും. അങ്ങനെയല്ലേ? ഇതിനൊരു കണക്കൊക്കെ ഇപ്പോൾ വന്നത് 143 അവർ മാറും. ബീഹാറിൽ 40 ഉള്ളത് 79 ആകും. രാജസ്ഥാനിൽ 25 ഉള്ളത് 50 ആവും. മധ്യപ്രദേശിൻ്റെ 29 52 ആകും. എന്നാൽ തമിഴ്നാടിൻ്റെത് 49 ആവൂ. നമ്മുടെ 20 തന്നെ നിലനിർത്തിയും തരും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അനുപാതത്തിൽ വലിയ കുറവ് വരിക, നിലവിലുണ്ടായിരുന്ന പ്രാതിനിധ്യത്തിൽ വലിയ കുറവ് വരിക, നമ്മുടെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കുറയുകയാണ്, അതിൻ്റെ പ്രഹരശേഷി കുറഞ്ഞു വരികയാണ്. BJPക്ക് അവരുടെ അനുകൂല ശബ്ദത്തിൽ വലിയ വർധനവുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ കാഴ്ച. ഇനി അവർ 543 അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അവർ 848 ആക്കുന്ന അവരുടെ തന്നെ ഒരു പ്രപ്പോസൽ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് പാർലമെൻറ്റിൽ വരെ പുതിയ പാർലമെൻറ്റിൽ സീറ്റിൻ്റെ എണ്ണം കൂട്ടിവെച്ചു എന്നൊക്കെയാണ് കേൾക്കുന്ന വാർത്ത. 543 അവർ ഉറപ്പിച്ച് നിർത്തി അതിൻ്റെ ഒരു രീതിയിലേക്ക് ഇതിനെ വിഭജിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുറവുണ്ടാകും. കേരളത്തിന് 20 എന്നുള്ളത് 12 പോകും. തമിഴ്നാടിൻ്റെ 31 കുറയും. എന്നാൽ UPയുടെ 80 അപ്പോഴും വർദ്ധിക്കുക ചെയ്യുക, 91 പോകും. ഇപ്പം ഇവർ എടുക്കുന്ന ഒരു സമീപനം എല്ലാം
ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ BJP വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമീപനങ്ങളൊക്കെ അവർ സ്വീകരിക്കുന്നത്. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവരെങ്ങനെ വർഗീയത പറഞ്ഞാലും വലിയ ധ്രുവീകരണ രാഷ്ട്രീയം പറഞ്ഞാലും അതിനെയൊക്കെ പ്രതിരോധിച്ച് ചെറുത്തു നിൽക്കാനുള്ള രാഷ്ട്രീയ കരുത്തുള്ള ഇടമാണ് ഇവിടം എന്നുള്ള നല്ല ബോധ്യം ഇവർക്കുണ്ട്. ഇവർക്ക് എന്ത് തന്നെ ആയാലും ഇവരുടെ ഭരണത്തിലുള്ള വലിയ തിരിച്ചടി, ഇവർ 400 സീറ്റിലേക്ക് എത്തും എന്ന് പറഞ്ഞിടത്താണ് ഇവർ വലിയ രീതിയിൽ താഴോട്ടേക്ക് പോന്ന് 240 എത്തിയത്. അവിടെയാണ് ഉത്തർപ്രദേശിൽ അവർക്കുണ്ടായിരുന്ന 64 സീറ്റിൽ നിന്ന് 36 സീറ്റിലേക്ക് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ പോലും ഇവർക്ക് പുറകോട്ട് പോകേണ്ടി വന്നത്. ആ സാഹചര്യം അവർക്ക് നന്നായിട്ടറിയാം. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ നേരിട്ടാൽ അവർക്ക് വലിയ അപകടമുണ്ടാകും. അവർക്കിനി വർഗീയത പറഞ്ഞാൽ പോലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ മാത്രം പോരാ എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവരെ നയിക്കുന്നത്. ആ പ്രതീക്ഷക്കനുസരിച്ച് അവർ ഈ വിഭജനം നടത്തിയാൽ വലിയ അപകടമുണ്ടാകും. അത് ഈ രാജ്യത്തെ ജനങ്ങളോട് കാണിക്കുന്ന വലിയ വെല്ലുവിളിയാണ്. അത് ഈ രാജ്യത്തെ ഫെഡറലിസത്തെയും ഭരണഘടനയും തകർക്കുന്ന സമീപനമാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിന് ഏറ്റവും കേന്ദ്ര ഗവൺമെൻറ് രാജ്യം മുന്നോട്ട് വെച്ച ജനസംഖ്യാ നിയന്ത്രണ നയത്തിനോട് ഏറ്റവും അനുഭാവപൂർണമായ പോസിറ്റീവായ സമീപനം സ്വീകരിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം അതിൻ്റെ കണക്കൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പുറത്തുവിട്ട് ഒക്കെ കഴിഞ്ഞത് നമുക്കറിയാം. ഇവിടെ 971 സെൻസസ്, ആ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ 973 നടന്ന ഈ മണ്ഡല പുനർനിർണയം, അതിൻ്റെ ആ സമയത്ത് നമ്മുടെ ജനസംഖ്യ ഇന്ത്യയുടെ 3.89, ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു 3.89%. എന്നാൽ 2011 അത് 2.76 ആയിട്ട് നമ്മുടെ ജനസംഖ്യയുടെ വീതം കുറഞ്ഞു. ഇതാ സാഹചര്യം. അങ്ങനെ കുറയുക. ഇപ്പോൾ 2021 സെൻസസ് നടത്തേണ്ടിയിരുന്നു, അത് ഇവർ ഇതുവരെ നടത്തിയിട്ടില്ല. ഇനി 31 നടക്കേണ്ടത്. അത് നടത്തിയിട്ട് ഈ പുനഃസംഘടന നടത്തുന്നതിനപ്പുറത്തേക്ക് ഇവരതിന് മുൻപേ നടത്താൻ ആവശ്യമായ ക്രമീകരണം നടത്തുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പാർലമെൻറ്റിനകത്ത് ഈ തമിഴ്നാട്ടിൽ ഇവർ പറഞ്ഞതുപോലെയല്ല, ഇതിനൊരു വ്യക്തത ഇവർ വരുത്തേണ്ടതുണ്ട്. BJPയെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJP രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ പണമെല്ലാം ഉപയോഗപ്പെടുത്തി വലിയ പഠനം നടത്തി എങ്ങനെ ഈ കുരുട്ടുബുദ്ധിയിലൂടെ അധികാരത്തിൽ വീണ്ടും അള്ളിപ്പിടിച്ചിരിക്കാം എന്ന് ആലോചിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. അതെല്ലാം നമ്മുടെ നാട് അനുഭവിച്ചതാണ്. നമുക്ക് ന്യായമായും കിട്ടേണ്ട വിഹിതം പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നത് അത് നമുക്ക് മാത്രമല്ല, തമിഴ്നാടിന് ആ പരാതിയുണ്ട്, അതേ പരാതി കർണാടകത്തിനുണ്ട്, അതേ പരാതി ബംഗാളിനുണ്ട്. അങ്ങനെ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പണമെടുത്ത് അവരുടെ വിഹിതം കൂടി മറ്റ് BJP സംസ്ഥാനങ്ങളിലേക്ക് കൊടുത്ത് ഈ ഒരു വല്ലാത്ത ഒരു ഇടപെടൽ, ഫെഡറലിസത്തെയൊക്കെ തകർക്കുന്ന ഒരു ഇടപെടൽ നടത്തുന്നു ഈ BJP എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഈ നീക്കത്തെയും വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ്. തമിഴ്നാട് ഇപ്പോൾ മുൻകൈയെടുത്ത് ഈ വിളിച്ചു ചേർത്ത യോഗം തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. വലിയ ചെറുത്തുനിൽപ്പും വലിയ പ്രതിഷേധവും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഇങ്ങനെ ഒരു ചിറ്റമ്മ നയം ഒരു രാജ്യത്ത് നടപ്പാക്കുന്നു. അത് പല കാര്യങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് സമീപിച്ച രീതിയിൽ ഉത്തരേന്ത്യൻ ലോബിയെ ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമികളെ ചേർത്ത് പിടിച്ച് ഭാഷയുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, സാമ്പത്തികമായ വിഭജനങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ, അത് വിഭജിച്ച് നൽകുന്നതിൻ്റെ കാര്യത്തിൽ ഒക്കെ ഈ അനിശ്ചിതത്വം, ഈ അസന്തുലിതാവസ്ഥ, ഈ സമത്വരാഹിത്യം ഉണ്ട് കേന്ദ്ര സർക്കാരിന്. പ്രത്യേകിച്ച് മോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ 3 ടേമായും. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സീറ്റുകൾ കൂടി കുറയും എന്ന വലിയ ആശങ്ക ദക്ഷിണേന്ത്യക്ക് മുന്നിലേക്ക് എത്തുന്നത്. അത് വരുത്തുന്ന വലിയ അസമത്വമുണ്ട്. അത് രാജ്യത്തെ തന്നെ രണ്ടായി വിഭജിക്കുകയാണ്. വിഭജനത്തിലൂടെ അധികാരത്തിലെത്തിയ, അല്ലെങ്കിൽ ജനങ്ങളെ തമ്മിൽ വിഭജിച്ച് അധികാരത്തിലെത്തിയ ഇത്തരം വ്യാപാരികൾ, ഭരണകൂടം, കേന്ദ്ര സർക്കാർ, സംഘ് പരിവാർ ഇതാ പുതിയ മുഖവുമായി എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ദക്ഷിണേന്ത്യക്ക് ഒന്നിക്കേണ്ടി വരുന്നത്. അജിംഷാദ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം MP-മാർ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രഹരശേഷി ഉണ്ടാവും. നമ്മളത് അനുഭവിച്ചതാണല്ലോ. അതായത് തെക്ക് വടക്ക് എന്നുള്ളൊരു ഡിവൈഡ് അല്ല ഞാൻ പറയുന്നത്. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ 20 MP-മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം തമിഴ്നാടിന് അതിനേക്കാളേറെ MP-മാരുണ്ടായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം അവരോടൊപ്പം നിന്നു.
അതുപോലെ തന്നെ അവസാനമായിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഒരു കുഴപ്പവുമില്ല എന്നുള്ള ഒരു വിധിയിലേക്ക്, ഒരു നിയോഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചില്ലേ തമിഴ്നാട് തന്നെ. തമിഴ്നാടിന്റെ സമർത്ഥമായിട്ടുള്ള അവരുടെ MP-മാർ കൂടുതലുണ്ടെന്നുള്ള ആ ശക്തി അവർ കാണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ സാധിച്ചു. തീർച്ചയാണ്. അല്ല, അത് സ്വാഭാവികമായും ഈ വെള്ളത്തിന്റെ കാര്യത്തിൽ ഈ വെള്ളവും രാജേന്ദ്രൻ പന്തളം, നമ്മൾ ഒരു സങ്കുചിതമായ പ്രാദേശികവാദത്തിന്റെ ഭാഗമായല്ല പറയുന്നത്. ഇപ്പോൾ വെള്ളത്തിന്റെ കാര്യത്തിൽ വെള്ളവും അത്തരം കാര്യങ്ങളും ഭക്ഷണവും ഒന്നും ഒരു പൊതുമുതലാണല്ലോ. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ചെറിയ കോൺഫ്ലിക്റ്റുകൾ അത് നമ്മൾ ഇതിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല. അത് എത്തിക്കുന്നത് ശരിയല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായ വിഭജനം, അധികാരം, നിയമനിർമ്മാണം, ഇതിലൊക്കെ ബാധിക്കുന്ന ചില വശങ്ങളുണ്ട്. രാജേന്ദ്രൻ പന്തളം, നിങ്ങൾ 5 പേരുണ്ട്, ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് സമയം കുറച്ചേ കിട്ടുമെന്നും അറിയാം. പക്ഷെ ഞാൻ പറയാം, കുറച്ച് വാക്കുകൾ കൊണ്ട് തന്നെ അത് കണ്ടിക്കാം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോ ഈ വസീഫ് തന്നെ പറഞ്ഞു, ഇപ്പൊ ഡെലിമിറ്റേഷൻ പറഞ്ഞ് വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു, അതിന്റെ ആന്റി ക്ലൈമാക്സ് പോലെ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചതെന്താ, ഇത് നടത്തുമോന്ന് നമുക്കറിയില്ല. അപ്പൊ എന്താ, അറിയാൻ വയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടി വെറുതെ അങ്ങനല്ലോ ഇത്രയും ചർച്ച പാർലമെന്റിൽ നടന്നൊരു സാധനം. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മുഖമുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു പുനർനിർണയം വേണം, അത് ആവശ്യമാണ്, അങ്ങനെ ആവശ്യമാണ്. ശ്രീ വസീഫ്, അതെന്താണെന്നറിയോ, ഞാനിപ്പോ റിപ്പോർട്ടർ ചാനലിലെ ചർച്ച കഴിഞ്ഞ ഇറങ്ങിയത്. അവിടെ BJP-യുടെ പ്രതിനിധി, മാധ്യമ പ്രവർത്തകനല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ചില വിഷയങ്ങളിൽ BJP-യുടെ സഹചാരിത്വമുള്ള ആളാണ്. അതെ, BJP പ്രതിനിധി നേരത്തെ റിപ്പോർട്ടർ ചാനലിൽ വളരെ വ്യക്തമായി പറയാണ്, ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല നടപ്പിലാക്കുന്നത്, ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. അതിന്റെ കൂടി ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇത് പറഞ്ഞത്. അതെ, പക്ഷെ അത് ഒരുപാട് കേട്ടിട്ടുണ്ട്. അവരിങ്ങനെയാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും പറഞ്ഞത്. ഇവരെ ഈ JK-യുടെ കാര്യം, ജമ്മു കാശ്മീരിന്റെ കാര്യത്തിലും 370 വകുപ്പിന്റെ കാര്യത്തിലും പിന്നെ ഈ ഏക സിവിൽ കോഡിന്റെ കാര്യത്തിലും മറ്റു പല കാര്യങ്ങളിലും ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ആ സംഘപരിവാർ തന്ത്രത്തിന് നമ്മൾ ചെവി കൊടുക്കേണ്ടതില്ല. ഇങ്ങനെ ഒരു ചർച്ചയും ഇങ്ങനെ ഒരു നീക്കവും നടത്തുന്നുവെങ്കിൽ അവർ അതിലേക്ക് എത്തിക്കും. അപ്പൊ എന്താണ് വേണ്ടത്? അപ്പൊ ഈ സ്റ്റാലിനും പിണറായിയും രേവന്തും എല്ലാം ചേർന്ന് നടത്തുന്ന കൂടിക്കാഴ്ചകൾ വെറുതെ? അതെ, ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ സത്യങ്ങൾ തന്നെയാണ്, സംശയമില്ല. പക്ഷെ നിങ്ങൾ പറയൂ, എന്താണ് ഒരു പരിഹാരം? ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ മണ്ഡലങ്ങളും പ്രതിനിധികളും ഉണ്ടാവേണ്ടത്? പിന്നെ എന്താണ് പരിഹാരം? അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. രാജ്യത്തെ രക്ഷിക്കൂ, ജനസംഖ്യ കുറയ്ക്കൂ, അതാണ് പരിഷ്കൃത ഭാവം. നമ്മൾ 2, നമുക്ക് 2, നമ്മൾ 2, നമുക്കൊന്ന് എന്നൊക്കെ പറഞ്ഞ് ജനകീയ പിന്നെ ഫാമിലി പ്ലാനിങ്ങും ഈ ജനസംഖ്യാ നിയന്ത്രണവും ഒക്കെ നടത്തിയപ്പോൾ അതിനോട് സഹകരിച്ച ഞങ്ങൾ മണ്ടരോ ശ്രീ രാജേന്ദ്രൻ പന്തളം? നിർബന്ധിത വന്ധ്യംകരണവും നടത്തി. അത് സഞ്ജയ് ഗാന്ധിയുടെ കാലത്ത് ബക്കറ്റ് 50 രൂപ. അത് പോട്ടെ, അതിന് സിറിയക്ക് മറുപടി പറയും. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഒരു പരിഷ്കൃത ഭാവത്തിന്റെ ഭാഗമായി ജനസംഖ്യാ നിയന്ത്രണം രാജ്യത്തിന്റെ വിഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചെയ്തു. നമ്മൾ മണ്ടരാവുകയല്ലേ? എന്നിട്ട് അതാണോ താങ്കൾ സൈദ്ധാന്തികവൽക്കരിക്കുന്നത്? അതെ, ഞാൻ പറയും സൈദ്ധാന്തികവൽക്കരിക്കല്ല, ഞാൻ പ്രായോഗികമായിട്ട് തന്നെ മറുപടി പറയാം. നമ്മൾ എന്തിനായി ജനസംഖ്യ കുറയ്ക്കുന്നത്? ജനസംഖ്യ കുറയ്ക്കുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടി. ജനസംഖ്യ കൂടിയ അതിന് എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള വിഭവം നമുക്കില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് യൂറോപ്യൻ രാജ്യങ്ങളുടെ തുല്യമായിട്ട് നമുക്കാക്കാൻ കഴിഞ്ഞത്. അതാണ് നമ്മുടെ അതുകൊണ്ടുണ്ടായത്. അതാണ് നമ്മുടെ ശാപവും. അതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ പാവമാണെന്ന് പറയണം പോലും. നമ്മൾ പിന്നോക്കമാണെന്ന് പറഞ്ഞാലേ എല്ലാം കിട്ടുമെന്നാണ് ഇപ്പൊ കേന്ദ്ര സഹമന്ത്രിമാർ, അത് മലയാളിയായവർ പറയുന്നത്. എന്താണ് പറയുന്നത്? മലയാളിയായ കേന്ദ്ര സഹമന്ത്രിമാർ പോലും പറയുന്നത് നമ്മൾ കേരളം പിന്നോക്കമാണെന്ന് സ്വയം പ്രഖ്യാപിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഇൻഡെക്സില്. അതുകൊണ്ടാണല്ലോ ബംഗാളിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ തൊഴിലാളികളായിട്ട് ഇവിടെ വന്ന് പണി ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ബംഗാൾ മാത്രമല്ല, ബീഹാർ, UP മൊത്തം കണക്കെടുത്തു. കേരളത്തിൽ വരുന്ന തൊഴിലാളികളിൽ 4ാം സ്ഥാനമേ ഉള്ളൂ. 4ാം സ്ഥാനവും ഇല്ല, 5നും പുറത്താണ് ബംഗാളിൽ നിന്നുള്ളവർ. കൂടുതലും വരുന്നത് ബീഹാർ, അസം, UP ഒക്കെയാണ്. ഈ ബംഗാളികൾ നമ്മളങ്ങ് പറഞ്ഞു പോകുന്നത്. നമ്മുടെ പോയിന്റ് അതല്ല, ഇത് വരുന്നുണ്ടല്ലോ. നമുക്ക് ഇതിനിപ്പോ നമ്മളിപ്പോ ഇതിപ്പോ BJP ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു അജണ്ടയല്ല. 1951 തൊട്ടേ നടക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെ ഉള്ള, നെഹ്റുവിന്റെ കാലത്തെ ഉള്ള ലിമിറ്റേഷൻ ആണല്ലോ. അത് ഇടക്കാലത്ത് നിർത്തിവെച്ചത് AB വാജ്പേയി ആണെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് 26 വരെ നടക്കാതെ പോയത്. പക്ഷെ അന്നത്തെ സാഹചര്യം വേറെയാ. സമവായം 13 ദിവസവും അങ്ങനെ കഷ്ടിച്ച് പോയിരുന്ന.
13 ദിവസവും ഞാനത് പറയട്ടെ. പിന്നീട് വന്ന് സ്റ്റാലിൻ തന്നെ കഷ്ടിച്ച് പറഞ്ഞത് ഒപ്പിച്ചെടുത്താ നമുക്കൊരു പോയത്. സമവായം വേണമെന്നാണ് പറഞ്ഞത്. സമവായം, ആ സമവായം എന്തായിരിക്കണം? ഉം. ഇതിപ്പോ സംയുക്ത കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ഇപ്പൊ ഗണ്ടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടന്നത്. ഉം. അവസാനമല്ല, ഇനിയുണ്ട് യോഗങ്ങൾ. പഞ്ചനക്ഷത്രം എന്ന് എടുത്തു പറയണ്ട, അതിപ്പോ VVIPs വരുന്നിടത്ത് അതിൻ്റെതായ സെക്യൂരിറ്റി വരും. പഞ്ചനക്ഷത്രം എന്ന് പറയുന്നതിൽ ഒരു ദുഷ്ടലാക്കുണ്ട്. മോദി കുടിലൊന്നും അല്ലല്ലോ മീറ്റിംഗ് നടത്തുന്നത്, മോദി അമിത്ഷായും. ആയിക്കോട്ടെ, ഞാനത് പറഞ്ഞു, വസ്തുത പറഞ്ഞതേ ഉള്ളൂ. ഇതിലിപ്പോ നിങ്ങൾ ഈ പറയുന്നത് ദുഷ്ടലാക്കില്ല. BJP ജയിക്കുമെന്നുള്ള ദുഷ്ടലാക്കോട് കൂടിയല്ലേ മീറ്റിംഗ് കൂടിയത്. അഴിമതിയിൽ ആ സകലം മുങ്ങി നിൽക്കുന്ന ആ MK സ്റ്റാലിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി വെച്ചത്. അഴിമതി ഇല്ലാത്ത ആർക്കാണാവോ? വ്യാപം അഴിമതി മുതൽ പല വിധത്തിലുള്ള അഴിമതികൾ നടത്തുന്നത് ആരാണാവോ? സ്വയം പറയൂ, ജനങ്ങളുടെ പണമെല്ലാം പിരിച്ചെടുത്ത് ഒരു ചെറിയ വിഭാഗത്തിന് ബാങ്കിങ് വഴി കൊടുത്തിട്ട് അവരുടെ കടമെല്ലാം എഴുതി തള്ളുന്നത് ആരാണാവോ? എന്നിട്ട് പാവങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തുന്നത് ആരാണാവോ? പോട്ടെ, പെട്ടെന്നൊരു ബോധോദയ MK സ്റ്റാലിൻ, ഈ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായതല്ലോ, നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പൊ പെട്ടെന്നൊരു പ്രതിഭാസമായിട്ട് ഒരു സബ്മിറ്റ് പോലെ, ഒരു G20 മീറ്റിംഗ് പോലെ കൗശലപൂർവ്വം അവിടെ അതിന് തക്ക ഒരു സാഹചര്യം ഉണ്ടല്ലോ. ശ്രീ വസന്ത് രേഖ അങ്ങനെയാണോ? അതായത് ഈ ദക്ഷിണേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് തോന്നിയ ചുമ്മാതൊരു ആശങ്കയിൽ ഇങ്ങനെ കൂടുകയാണ്, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൂടുകയാണ്. ഇതിനകത്ത് മറ്റാശങ്കയൊന്നുമില്ല, ഇതിനകത്തേക്ക് ഒന്നും പോകുന്നില്ല, തീരുമാനം പോകുന്നില്ല. അതേ വായിൽ തന്നെ ഇവർ പറയുകയാണ് ജനസംഖ്യ അനുപാതികമല്ലാതെ എങ്ങനെ മണ്ഡലങ്ങളെ വിഭജിക്കാനാകും എന്നൊക്കെ. അപ്പോൾ ജനസംഖ്യ കുറച്ചത് കുറ്റം അല്ല. നോക്കൂ അജിംഷാദ്, കഴിഞ്ഞ ഒരു വർഷം മാത്രം 2500 കോടി രൂപയ്ക്ക് വിദേശയാത്ര നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആൾക്കാരാണ് ഇപ്പോ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ കഥ പറയുന്നത്. ആ യാത്രയൊന്നും ഒരു വർഷത്തേക്ക് ഞാൻ ചെയ്യുന്നില്ല, പകരം ആ ഫണ്ട് മുഴുവൻ ബീഹാറിന് കൊടുത്തേക്കാം അല്ലെങ്കിൽ ഉത്തർപ്രദേശിന് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചാൽ ഈ പറയുന്ന പട്ടിണിയും പരിവട്ടവും ഒക്കെ തീരും. ഒരു വർഷം നരേന്ദ്രമോദി യാത്ര ചെയ്യുന്നില്ല, ഈ വർഷം ഞാൻ ടൂർ പോകുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചാൽ മതി, ആ പ്രശ്നമൊക്കെ തീർന്നു. രണ്ടാമത് നോക്കൂ, എല്ലാ കാലത്തും ഹിന്ദി എന്ന് ഞാൻ അങ്ങനെ പറയുന്നതല്ല. നോക്കൂ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു ഉത്തരേന്ത്യൻ വരേണ്യ വർഗത്തിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഓഫ് പവർ ഉണ്ടല്ലോ, അത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ എപ്പോഴും വൈകാരികമായി പ്രതികരിച്ചിട്ടുള്ളവരാണ് തമിഴ്നാട്. നമ്മൾ അംഗീകരിക്കുകയുള്ളൂ. അത് എല്ലാ കാലത്തും ഇൻക്ലൂഡിങ് കോൺഗ്രസ്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോ സ്വാഭാവികമായും അതിന് ലീഡർഷിപ്പ് കൊടുക്കുക. അവർക്ക് അത്തരത്തിൽ സമൃദ്ധമായ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യമുണ്ട്. അതാണ് കാരണം അവിടുത്തെ ഒരൊറ്റ നേതാവും ദ്രാവിഡ പാരമ്പര്യത്തിലല്ലാതെ അവർ ശവസംസ്കാരം പോലും നടത്താറില്ല, ഏത് ജാതി മതം ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ദ്രാവിഡ സംസ്കാരം അവരിൽ ഇങ്ങനെ ആഴ്ന്നു നിൽക്കുകയാണ്. നമുക്കറിയാലോ എല്ലാ കാലത്തും അതിന് പോർമുഖം തുറന്നതും DMK തന്നെയാണ്, അങ്ങേക്കറിയാം. സ്വാഭാവികമായും അതിന്റെ പിന്തലമുറക്കാരൻ എന്ന നിലയിൽ ശ്രീ സ്റ്റാലിന് അതിന് നേതൃത്വം കൊടുത്തേ മതിയാവൂ, ഇല്ലെങ്കിൽ അദ്ദേഹം ചരിത്രത്തിൽ ഒറ്റപ്പെടും, കുറ്റക്കാരനായി വിധിക്കപ്പെടും. നോക്കൂ, അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ED കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നേ. നാട് മുഴുവൻ നടന്ന് ഈച്ചയും പൂച്ചയും പിടിച്ചിടാൻ വേണ്ടി നടക്കുന്ന ED അല്ലേ, അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ. നോക്കൂ, BJP-യിലേക്ക് പോകുമ്പോൾ എല്ലാ കേസുകളും തേച്ചു വായിക്കപ്പെടുകയാണ്. ഒരു കേസ് ഞാൻ സൂചിപ്പിക്കാം, ഇപ്പൊ ED-യുടെ കഥ പറഞ്ഞു പോകേണ്ടതാണ് കേട്ടോ. രാജസ്ഥാനിൽ വസുന്ധര രാജ സിന്ധ്യ എന്തു ചെയ്യുന്നു? ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അവർക്ക് മുഖ്യമന്ത്രി പദം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ന്യായമാണ്, അവർ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. അപ്പോ അതിന്റെ പിറ്റേ ദിവസം ഇവർ ഈ മുഖ്യമന്ത്രി പദം കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതിന്റെ പിറ്റേ ദിവസം അവരുടെ മകനെതിരെ ED കേസെടുക്കുന്നു. അവർ രണ്ടാമത്തെ ദിവസം അവരുടെ ക്ലെയിം പിൻവലിച്ചു. എനിക്ക് മുഖ്യമന്ത്രി ആവണ്ട, ഒന്നും ആവണ്ട, ഞാൻ ഈ സൈഡിൽ ഒതുങ്ങി കൂടിക്കോളാം എന്ന് പറയുന്നു. ഒരാഴ്ചക്കുള്ളിൽ ആ കേസ് എഴുതി തള്ളുന്നു. ആ അഴിമതി ആരോപണത്തെ പറ്റിയാണ്. അങ്ങനെ ഏത് നിമിഷവും ഏത് നട്ടപ്പാതിരയ്ക്കും ആർക്കെതിരെയും കേസെടുക്കാൻ പറ്റുന്ന ED-യെ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളെ വെച്ചുകൊണ്ടാണ് സ്റ്റാലിനെ പേടിപ്പിക്കാൻ ഇറങ്ങുന്നത്. അങ്ങോട്ട് ചെന്ന് കൊടുക്കൂ, നിങ്ങൾക്ക് കിട്ടിയത് മേടിച്ചുകൊണ്ട് പോകാനേ എനിക്ക് തൽക്കാലം പറയാനുള്ളൂ. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച്, അതായത് നമ്മളെ സംബന്ധിച്ച്, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ന് ഉദയനിധി സ്റ്റാലിൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, കേന്ദ്രം തീരുമാനിക്കുകയാണ് ഞങ്ങൾ ജനസംഖ്യ അനുപാതത്തിലാണ് മുമ്പോട്ട് പോകുന്നത്, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും 10 വർഷത്തിനനുസരിച്ച് എന്ത് നടക്കണം? സെൻസസ് നടക്കണം, അതിനനുസരിച്ച് ഡീലിമിറ്റേഷൻ നടക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിലെ യുവാക്കളോട് പറയാണ്, നിങ്ങൾ വിവാഹം കഴിച്ച് ഉടനെ തന്നെ മക്കളെ പറ്റി ചിന്തിക്കണം, അത് ഒന്നിൽ നിർത്തരുത്, 2, 3, 4 ആവട്ടെ. ഈ നിലപാട്
നാളുകളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒട്ടാകെ തീരുമാനിച്ചാൽ, അങ്ങനെ കൂടുതൽ മക്കൾക്കുള്ളവർക്ക് കൂടുതൽ സഹായങ്ങളും കൂടുതൽ ഗവൺമെന്റ് പരിരക്ഷയും കൊടുക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് തീരുമാനിക്കാമെന്നിരിക്കട്ടെ. നിങ്ങൾ ഞങ്ങളെ ജനസംഖ്യ കുറവായതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ അരികുവൽക്കരിക്കുകയാണെങ്കിൽ അതിനെതിരെ ഇതാണ് ഞങ്ങളുടെ ഫൈറ്റ്, ഇതാണ് ഞങ്ങളുടെ പോർമുഖം എന്ന് തീരുമാനിച്ചാൽ 20 വർഷം കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ? ഈ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഈ രാജ്യത്തുള്ള കേന്ദ്ര ഗവൺമെന്റിന്, അത് ഏത് ഗവൺമെന്റും ആയിക്കോട്ടെ, ഈ രാജ്യത്തെ വികസനത്തിലൂടെ മുമ്പോട്ട് നയിക്കാൻ സാധിക്കുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? പറ്റില്ലെന്നേ. നിങ്ങൾ പറയേണ്ടത്, അതായത് ഇപ്പം അദ്ദേഹം BJP പ്രതിനിധിയല്ല എങ്കിൽ പോലും BJP-ക്കാർ പറയേണ്ടത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ BJP തീരുമാനിക്കേണ്ടത്, സംസാരിക്കേണ്ടത്, നോക്കൂ, ജനസംഖ്യാ നിയന്ത്രണത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കണ്ടുപഠിക്കൂ. കൂടുതൽ ജനസംഖ്യാ നിയന്ത്രണം നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ ഉണ്ടാകുമെന്ന് പറയണ്ടേ? ഇപ്പൊ 23% റെപ്രസെന്റേഷൻ ഉള്ള നമ്മളാണ് ഇന്ത്യൻ GDP-യിലേക്ക് 40% അല്ലെങ്കിൽ 30%, 35% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ റെപ്രസെന്റേഷൻ ഉള്ള നമ്മുടെ യുവാക്കളാണ് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷനും PhD-യും അടക്കം ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നത്. ഈ 23% റെപ്രസെന്റേഷൻ പാർലമെന്റിലുള്ള നമ്മളുടെ യുവാക്കളാണ് ഈ രാജ്യത്തിന്റെ യുവതയുടെ ഏതാണ്ട് 50-60% വരുന്നത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ, ഇൻഡസ്ട്രികൾ നടത്തുന്നത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. നോക്കൂ, നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്കൂൾ എടുത്തു നോക്കിയാൽ, ടീച്ചേഴ്സിനെ നോക്കിയാൽ 80% മലയാളിയായിരിക്കും, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ, ഈ പറയുന്ന നോർത്ത് ഇന്ത്യക്ക് വഴി കാണിക്കുന്നവർ നമ്മളാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ, ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ, വികസനങ്ങളുടെ കാര്യത്തിൽ, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ പോലും. അങ്ങനെയുള്ള നമ്മളോട് നിങ്ങൾക്ക് ഇത്രയൊക്കെ സീറ്റ് മതി, ഇതാ അരികുവൽക്കരിക്കപ്പെട്ടോളൂ, മാറിയിരുന്നോളൂ എന്ന് പറഞ്ഞാൽ അതിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ DMK എന്നോ കോൺഗ്രസ് എന്നോ ഈവൻ BJP എന്ന് പോലും നോക്കാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നായി ചേർന്ന് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടി ശ്രീ അജിംഷാദ്, എന്താണ് കാലങ്ങളായി BJP പയറ്റി വരുന്ന രാഷ്ട്രീയം? അത് 100 വർഷങ്ങൾക്ക് മുമ്പ് സവർക്കർ എഴുതിയ ദ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞു പോയതാണ്. അതായത് ഹിന്ദുവിനെ ഒന്നാക്കുക, മുസ്ലിമിനെ ഇപ്പുറത്താക്കുക, ക്രിസ്ത്യാനി ഇപ്പുറത്ത് നിർത്തുക. അങ്ങനെ 3നെ ഡിവൈഡ് ആൻഡ് റൂൾ എങ്ങനെയാണോ ബ്രിട്ടീഷ് നടപ്പിലാക്കിയത് അതേപടി നടപ്പിലാക്കുക. അതിന്റെ മാക്സിമം ഫ്രൂട്ട് എടുത്തു കഴിഞ്ഞു. ആ പഴത്തിന്റെ ചണ്ടി എത്രത്തോളം ഊറ്റിയെടുക്കാമോ അത് എടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോ ഇനി മതത്തിന്റെ പേരിലുള്ള ഈ ഡിവൈഡ് ആൻഡ് റൂൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞപ്പോ ഇനി ദേശത്തിന്റെ രീതിയിൽ, അതായത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, വെസ്റ്റ് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ എന്നുള്ള രീതിയിൽ പ്രാദേശിക വാദം ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നമ്മളെ നിർബന്ധിക്കുകയാണ്. എന്നിട്ട് പറയും, നോക്കൂ, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവിടെ അവര് ദ്രവീഡിയൻ സംസ്കാരം പറഞ്ഞുകൊണ്ട് അവരവിടെ ഫൈറ്റ് ചെയ്യണം, അത് നോർത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോർത്തിൽ പോയി വോട്ട് പിടിക്കും. അതിനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. നാളെ ഇവർ ഈ നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് സൗത്ത് ഡിവിഷന്റെ മാക്സിമം ചണ്ടി എടുത്ത് കഴിയുമ്പോൾ നാളെ അവർ ജാതീയമായിട്ടുള്ള ഡിവിഷന് കൂടി ഇറങ്ങപ്പെടും. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ എന്ന് പറഞ്ഞ് മനുവിന്റെ കാലത്ത് എങ്ങനെയാണോ നടന്നത് ആ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനൊരു തരത്തിലും നിന്ന് കൊടുക്കാൻ, ഞാൻ ഇതിന്റെ മുമ്പ് പറഞ്ഞല്ലോ, ഹിന്ദി തെരിയാതെ പോടാ എന്ന് പറയണമെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തയ്യാറാവണം. അതിന് രാഷ്ട്രീയത്തിന്റെ കൊടി നോക്കേണ്ട കാര്യമില്ല. അത് വിളിച്ചു ചേർക്കുന്നത് DMK ആണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ, കോൺഗ്രസ് ആണോ, BJP ആണോ എന്ന് നോക്കേണ്ടതില്ല. അതിന്റെ നേതൃത്വം കൊടുക്കുന്ന സ്റ്റാലിൻ ആണോ, പിണറായി ആണോ, രേവന്ത് റെഡ്ഡി ആണോ, രാഹുൽ ഗാന്ധി ആണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അതാണ് രാജേന്ദ്രൻ പന്തളം ഇങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്യുകയാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ വിഷവിത്ത് വിളമ്പുകയാണ് BJP ചെയ്യുന്നത്. കാരണം ഈ ദക്ഷിണേന്ത്യയുടെ സ്വത്തും ഉത്തരേന്ത്യയുടെ സ്വത്തും ഇങ്ങനെ വേർതിരിച്ച് അവരുടെ ഇടയിലേക്ക് അടുത്ത വർഗീയതയ്ക്ക് ശേഷമുള്ള ഓരോ അജണ്ട സംഘപരിവാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മലയാളിയായ BJP-ക്കാർ പോലും നിന്നു കൊടുക്കരുത് എന്നതാണ് ഒരു അഭിപ്രായമായി ഇതിനെയൊക്കെ ക്രോഡീകരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും വലിയൊരു തമാശ ഇതിലുള്ളത്, തമാശയല്ല വളരെ ഗൗരവമുള്ള ഒരു കാര്യമുള്ളത്, ഇപ്പോൾ വസന്ത് സുരേഖ് പറഞ്ഞതാണ്, അത് കുറേ കൂടി ശക്തമായി ഞാൻ മൊഴിമാറ്റുകയാണ്. അതായത് നാളെ പഞ്ചാബും കർണാടകയും കേരളവും തമിഴ്നാടുമെല്ലാം ഇപ്പോൾ ജനസംഖ്യയുടെ കാര്യത്തിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം വേണ്ട, ഇനി ജനസംഖ്യ മാക്സിമം കൂട്ടിയാൽ മാത്രമേ നമ്മുടെ അവകാശം കിട്ടൂ എന്നൊരു രാഷ്ട്രീയ സന്ദേശം ഇവിടെ രൂപപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി? അതായത് കുട്ടികളെ സൃഷ്ടിക്കുക, നിങ്ങൾ മറ്റൊന്നും നോക്കേണ്ടതില്ല, നമ്മളെ കാത്തു ഉത്തരേന്ത്യൻ കഴുകൻ അവിടെ ഇരിപ്പുണ്ട് എന്ന്
ഉള്ള ഒരു ജനതയുടെ ചിന്ത എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ വിഭവത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കുന്നത്? ഇന്ന് നാം നേടിയ പുരോഗതികളെല്ലാം തിരിച്ചു പോവില്ലേ? ഇല്ലേ ശ്രീ രാജേന്ദ്രൻ? തീർച്ചയാണ് താങ്കൾ ആ പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമായിട്ടുള്ള പോയിന്റാണ്. പക്ഷേ സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാകണമെന്ന്, ഒരു കൺസെൻസസ് ഉണ്ടാവണമെന്ന്, അല്ലാതെ അദ്ദേഹം ഒരു വിപ്ലവത്തിന് അങ്ങോട്ട് ആരോട് വെട്ടാൻ വരുന്ന പോത്തിനോട് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ഞാനീ പറയുന്നത്. അത് കൺസെൻസസ് ഉണ്ടാവാതെ എങ്ങനെ? താങ്കൾ ഈ പറഞ്ഞ BJP ഉൾപ്പെടെ എല്ലാ പാർട്ടികളും കൂടി ഇരുന്നൊരു കൺസെൻസസ് ഉണ്ടാവണം, നഷ്ടം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഭൂപ്രകൃതി നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഈ പെനിൻസുല എന്ന് പറയുന്ന ടേപ്പറിംഗ് എൻഡോട് കൂടിയാണ്. നമ്മുടെ 121 എന്ന് പറയുന്നത് നമ്മുടെ ഭൂപ്രകൃതിയോടെ കൂടി പ്രത്യേകതയാണ്. വടക്കേ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങോട്ട് വരുന്നതോറും അതിന്റെ വക്ഷസും തലയും വളരെ വിശാലമായി തീരുകയാണ്. അത് ഭൂപ്രകൃതിയാണ്, അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നമുക്കപ്പോൾ സമവായം കണ്ടെത്തിയേ മതിയാവും. അതുപോലെ തന്നെ വസന്ത് ഇപ്പൊ പറഞ്ഞു നമ്മളിങ്ങനെ ജനസംഖ്യ പെരുപ്പിച്ചാൽ എന്ത് ചെയ്യുമെന്ന്. അതിനുവേണ്ടിയാണോ സ്റ്റാലിൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, 25 വർഷത്തേക്ക് ഈ ഡീലിമിറ്റേഷൻ ഒഴിവാക്കണമെന്ന്. അത് കഴിഞ്ഞാൽ ആകാമെന്നാണ്. ഇപ്പൊ അതാണോ ലക്ഷ്യമെന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെ മാത്രമേ ആവുമോ? ആയിക്കോട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു, അദ്ദേഹത്തെയും വെല്ലുവിളിക്കുന്നു. അങ്ങനെയൊക്കെ അവരെ വെല്ലുവിളിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ആരാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ താങ്കൾ ഈ പറഞ്ഞതുപോലെ ചില മതങ്ങൾ തമ്മിൽ മത്സരിക്കുന്നുണ്ടല്ലോ ജനസംഖ്യ കൂട്ടാൻ വേണ്ടി. സ്ഥലങ്ങളില് അവിടെ അല്ല, ഞാൻ പറയട്ടെ, അത് പറയട്ടെ, ഞാൻ ഇതിന്റെ നഷ്ടം അനുഭവിക്കുന്ന ആളാണ്. പന്തളം, രാജേന്ദ്രൻ പന്തളം എന്നാണല്ലോ താങ്കൾ എഴുതി കാണിച്ചത്. ആ പന്തളം ഇന്ന് ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അല്ല. എന്താ കാര്യം? പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് 0% ഗ്രോത്ത് ആണ് പോപ്പുലേഷനിൽ. 0 ഗ്രോത്ത് ഇൻ പോപ്പുലേഷൻ. ഞങ്ങൾ അതിന്റെ പന്തളം എനിക്ക് നഷ്ടമായി, എന്റെ കോൺസ്റ്റിറ്റ്യുവൻസി നിയോജക മണ്ഡലം എനിക്ക് നഷ്ടമായതിന്റെ ഫലമായിട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഇതിന് പരിഹാരം കാണണം. പക്ഷെ പരിഹാരം എന്താണെന്ന് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഈ സംഘപരിവാറിനെ ഇങ്ങനെ ആക്രമിക്കുകയല്ല, അതിന് പരിഹാരം പറയൂ. അവര് നമ്മൾ ശ്രീ വസീഫ് അല്ല, അത് പറയരുത്. നടപ്പാക്കും. അവർ നടപ്പാക്കാൻ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി നീങ്ങിക്കഴിഞ്ഞു. അതിനെ അതുകൊണ്ടാണ് ഇപ്പോഴേ പ്രതിരോധിക്കുന്നത്. അതുകൊണ്ട് ഇനി നടപ്പായതിനു ശേഷം നടപ്പായതിനു ശേഷം ശ്രീ രാജേന്ദ്രൻ നടപ്പായതിനു ശേഷം പറയുകയാണ് എത്രയോ നാളായി ഇതിന് ചിന്തകൾ ഉണ്ടായിരുന്നു, അന്നൊന്നും ഇത് പറയാതെ ഇപ്പോഴാണോ പറയുന്നതെന്ന് ചോദിക്കാനല്ലേ? അത് നടക്കില്ല. ഇത് രൂപപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ശ്രീ വി വസീഫ് ഇതിനുള്ള പരിഹാരം ഏതൊക്കെ അർത്ഥത്തിലാണ് നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സമവായമൊന്നും BJPയോട് സംഘപരിവാറിനോട് നടക്കില്ല. കാരണം അവർക്ക് RSS അജണ്ടയിൽ കൃത്യമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ വളരെ ശക്തിയുക്തം പ്രതിരോധിക്കേണ്ടതുണ്ട് ജനാധിപത്യ മാർഗത്തിൽ. അപ്പോൾ ആ പ്രതിരോധം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇതിലെ വശം. അതെ, അതിൽ ഇപ്പോൾ ഇവരിനിപ്പോൾ മണ്ഡലം പുനർനിർണ്ണയിക്കുന്നു, അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു, ഒക്കെ ശരി, സെൻസസ് ഒക്കെ നടത്തട്ടെ. ആ സെൻസസ് നടത്തുകയാണെങ്കിൽ നമ്മുടെ സീറ്റിൻ്റെ ഇപ്പോഴുള്ള നമുക്കുള്ളൊരു പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അതവിടെ നിലനിൽക്കണം, അതുണ്ടാവണം. നമുക്ക് ഈ കേരളത്തിന് അർഹമായ പ്രാതിനിധ്യം അവിടെ ഉണ്ടാകണം. നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിനാവശ്യമായ സൗകര്യം ഉണ്ടാകണം. ഇവരിപ്പോൾ ഈ പറയുന്ന ഈ മണ്ഡല പുനർനിർണ്ണയത്തിൽ ഇവർ കാണിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഇവർ നേരത്തെ ചെയ്ത കാര്യം എന്താ? ഈ പണം വിതരണം ചെയ്യുന്നതിൽ ഇവർ കാണിക്കുന്ന ഒരു വല്ലാത്ത ഒരു ഡിസ്ക്രിമിനേഷൻ, അസന്തുലിതയുണ്ട്, വലിയ അസന്തുലിതാവസ്ഥയുണ്ട്. എന്താ ഇവർ 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.82% നമുക്കുണ്ടായിരുന്ന വിഹിതം. അതിപ്പോൾ എത്രയായി? 1.9 കുറഞ്ഞു. അതെ. എന്താ ഇവർക്ക് പറയാനുള്ളത്? ഈ തമിഴ്നാട്ടിലെ കനിമൊഴി ഞങ്ങളുടെ ഒരു പരിപാടിക്ക് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ DYFIയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കൊച്ചിയിൽ സംഘടിപ്പിച്ചതാണ്. അതിൽ ഒരു സെഷനിൽ ഇവർ വന്നിരുന്നു. അവരുടെ പ്രസംഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള പണം ഇവർ തടഞ്ഞു വെക്കുന്നു. ന്യായമായും കിട്ടേണ്ട പണം കിട്ടുന്നില്ല, അത് അർഹതപ്പെട്ടതാണ്, ഞങ്ങൾക്ക് തരുന്നില്ല. വലിയ വിദ്യാഭ്യാസ പദ്ധതികൾ ആലോചിച്ചിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അതേ അവസ്ഥ തന്നെയല്ലേ കേരളത്തിലുള്ളത്? നമ്മളും അത് തന്നെയല്ലേ പറയുന്നത്? ഞാൻ അതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കി. 794 കോടി രൂപയാണ് SSKക്ക് മാത്രം കൊടുക്കാൻ ഇക്കഴിഞ്ഞ 2 വർഷക്കാലയളവിൽ. ഈ വർഷം മാത്രം കൊടുക്കാനുള്ളത് 513 കോടി രൂപയാണ്. ഈ കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് കൊടുക്കേണ്ട പണം, ഇവിടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ആനുകൂല്യങ്ങൾ, അവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് കൊടുക്കുന്ന ശമ്പളം, ഇതൊക്കെ ഇതിൽ പെടുന്നതാ. SSKക്കുള്ള ഫണ്ടാ. കഴിഞ്ഞ വർഷം തന്നെ 280 കോടി രൂപയാണ് ഇവർ പെൻഡിങ് വെച്ചത്. ഇപ്പോൾ ഇതാ 2023-24 1 രൂപ പോലും കൊടുത്തിട്ടില്ല. എന്താ BJPക്ക് പറയാനുള്ളത്? ഇവർ എന്ത് മാനദണ്ഡമാണ് ഇവർ സ്വീകരിക്കുന്നത്?
ഈ ജനസംഖ്യ ഇപ്പോൾ ഇവർ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇത് വീതം വെപ്പ് എന്നാ പറയുന്നത്. 3.82. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കുണ്ടായിരുന്ന 3.89 അത് ഇവർ 3.82 10-ാം ധനകാര്യ കമ്മീഷനിൽ തന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ സെൻസസ് പ്രകാരം 2.76% ഇവർ തരണ്ടേ? ഇവരുടെ ന്യായത്തിൽ തന്നെ 2.76 കിട്ടണ്ടേ? അത് കിട്ടിയിട്ടില്ല. പുതിയ സെൻസസ് ഇവർ നടത്തിയിട്ടില്ലല്ലോ. 2021 നടത്തേണ്ട സെൻസസ് നടന്നിട്ടില്ല. അതിന് പിന്നെയും സമയമൊന്നും അത് നീണ്ടുപോയി. എന്നാൽ പിന്നെ കഴിഞ്ഞ സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പണം ന്യായമായും കിട്ടേണ്ടത് നമുക്ക് കിട്ടണ്ടേ? തരുന്നില്ല. പുതിയ പ്രൊജക്റ്റുകൾക്ക് പണം തരുന്നുണ്ടോ? ഒന്നിനും തരുന്നില്ലല്ലോ. പുതിയ പണം അനുവദിക്കുന്നുണ്ട്? ഒന്നുമില്ല. ആന്ധ്രാപ്രദേശിന് പണം കൊടുക്കുന്നുണ്ട്. കാരണം എന്താ? ആന്ധ്രാപ്രദേശാണ് താങ്ങി നിർത്തിയത്. ഇവർ 400 സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. UP-യിൽ ഉൾപ്പെടെ 9% വോട്ട് കുറഞ്ഞു, അവിടെ സീറ്റ് കുറഞ്ഞു. അങ്ങനെ ആകെ താഴെ പോയി. ആന്ധ്രയും ബീഹാറും സഹായിച്ചു. അപ്പോൾ ബജറ്റിൽ ആന്ധ്രയും ബീഹാറും മാത്രം അവർക്ക് പണം കൊടുക്കുക. അപ്പോൾ എന്തും ചെയ്യും ഇവർ. ഈ ജനാധിപത്യത്തിൽ ഇവർ ഇടപെട്ടുകൊണ്ട് ഭരണഘടനയും ഫെഡറലിസവും ഒന്നും ഇവർക്കൊരു വിലയുമില്ല. എന്തും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അതുകൊണ്ട് ഇവരുടെ മുമ്പിൽ വലിയ പോരാട്ടം തന്നെ നടത്തേണ്ടതുണ്ട്. വലിയ സ്ട്രൈക്കിംഗ് ഫോഴ്സായി നിൽക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഒരുങ്ങുന്നത്. ഇവർ പറയുന്നത് പോലെ എണ്ണത്തിൽ വലിയ ക്രമീകരണം ഉണ്ടാക്കിയാൽ പണവും ഉണ്ടാവില്ല, ഒരു സ്വാധീനവും ഉണ്ടാവില്ല. ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ GDP-യുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ GDP-യുടെ ഒരു വലിയ സംഖ്യ, എൻ്റെ ഒരു കണക്ക് ശരിയാണെന്ന് അറിയില്ല, 34-36% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ സംസ്ഥാനങ്ങളാണ്. എന്നാൽ ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നതോ? ഇല്ലല്ലോ, തിരിച്ചു കൊടുക്കുന്നില്ലല്ലോ. ആർക്കൊക്കെ പരാതിയുണ്ട്? ഞാൻ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതാ. തമിഴ്നാടിന് പരാതിയുണ്ട്, കർണാടകത്തിന് പരാതിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഒക്കെ ഡൽഹിയിൽ പോയി സമരം ചെയ്തു. ആ സമരത്തിന് അന്നത്തെ ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രിയും ഒക്കെ വന്ന് അവരുടെ പാർട്ടികളൊക്കെ വന്ന് നമ്മൾ ഐക്യദാർഢ്യപ്പെട്ടു. തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ വന്നു, മന്ത്രിമാർ വന്നു, ഐക്യദാർഢ്യപ്പെട്ടു. ഈ കർണാടകം നമുക്ക് സമരം നടക്കുന്നത് പോലെ തന്നെ ഡൽഹിയിൽ പോയി സമരം നടത്തി. കാരണം എന്താ? രാജ്യത്തെ സമ്പത്തിൻ്റെ വിതരണത്തിൽ വലിയ അസന്തുലിതാവസ്ഥയുണ്ട്, അസമത്വം നടക്കുന്നുണ്ട്. ഇവിടെ ന്യായമായും ലഭിക്കേണ്ട പണം സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. അതിന് ഒരു സാഹചര്യം കൂടി, ഒരു പടി കൂടി കടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ഈ ഡീലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ അധികാരം അങ്ങ് നിലനിർത്തി കളയാം എന്നുള്ള ചിന്തയാണ്. ഒരു വർഗീയ കലാപം അഴിച്ചുവിട്ടാൽ, വലിയ ധ്രുവീകരണം ഉണ്ടായാൽ, ഇതൊന്നും നമ്മൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം ഉത്തർപ്രദേശിൽ അവരുടെ സീറ്റിൽ വലിയ കുത്തന വർധനവുണ്ടായി. അതിനൊരു കാരണമായി നമ്മളൊക്കെ അന്ന് പറഞ്ഞിരുന്നു, മുസാഫർ നഗറിലെ കലാപം. ആ മുസാഫർ നഗറിലെ കലാപാനന്തരം ഉത്തർപ്രദേശിൽ അവർക്കുണ്ടായിരുന്ന സീറ്റാണ് 64, 62+2 64 സീറ്റ് അവർക്കുണ്ടായി ഉത്തർപ്രദേശിൽ. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആ തരത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റിയില്ല. ജനവിരുദ്ധ നയങ്ങൾ വലിയ രീതിയിൽ നടപ്പിലാക്കി. സമാജ്വാദി പാർട്ടി നല്ല രീതിയിൽ നന്നായിട്ട് ഇടപെട്ടു, വലിയ രീതിയിൽ ഇടപെടൽ നടന്നു. അപ്പോൾ അവിടെ 36ലേക്ക് ഇവർക്ക് പോകേണ്ടി വന്നു. ഈ കോൺഗ്രസും കൂടി സഹകരിച്ചായിരുന്നെങ്കിൽ പിന്നെയും കയറി കോൺഗ്രസ് കൂടി ഒരു വലിയ രീതിയിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ BJP തകർക്കാൻ പറ്റുമായിരുന്നു. ഇവരുടെ ഒരു പ്രതീക്ഷ വർഗീയ കലാപം മാത്രമാണ്, ധ്രുവീകരണമാണ്, മനുഷ്യരെ വിഭജിക്കലാണ്. ആ വിഭജിക്കാൻ ആവശ്യമായ സൗകര്യം അതാ ഇപ്പോൾ ഇവർ പറഞ്ഞു വെച്ച്. ഇതിനിടയിൽ രാജേന്ദ്രൻ പന്തളം ഇടക്ക് പറഞ്ഞങ്ങ് വെക്കുക, എന്താണ്? മതങ്ങൾ തമ്മിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ളൊരു മത്സരം നടത്തുന്നുണ്ടല്ലോ. എങ്ങോട്ടാ ഇവർ പോകുന്നു? അല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ BJP-ക്കാരാ. യഥാർത്ഥത്തിൽ പറഞ്ഞത് ആരാ? BJP-ക്കാരാ. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിന് പരസ്യമായി ആഹ്വാനം ചെയ്തതൊക്കെ BJP-യുടെയും RSS-ന്റെയും ഒക്കെ നേതാക്കന്മാർ. നമ്മൾ അതിലേക്ക് പോകേണ്ടതില്ല, കാരണം അതൊരു ആ തരത്തിലേക്ക് ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ്. പൊതുവായ മാനദണ്ഡം എടുത്ത് അതൊക്കെ അവരുടേതായ ആ കുടുംബത്തിന്റെ ആസൂത്രണം, കുടുംബാസൂത്രണം, അതിലൊക്കെ ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ മതപരമായ ഇടപെടലൊക്കെ അതിന് പിന്നിലുണ്ട് എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റില്ല. അതല്ല അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ന്യായമായും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടിയേ പറ്റൂ. അത് കിട്ടാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാകണം. ഇവിടെ നമ്മുടെ ജനപ്രതിനിധികളുടെ എണ്ണമാവട്ടെ, നമ്മുടെ പ്രാതിനിധ്യമാകട്ടെ, നമ്മുടെ സമ്പത്താകട്ടെ, നമുക്ക് തരേണ്ട പണമാകട്ടെ, വികസന പ്രവർത്തനങ്ങളാവട്ടെ, അതിനെല്ലാം കേരളത്തിനും അർഹതയുണ്ട്, തമിഴ്നാടിന് അർഹതയുണ്ട്, കർണാടകക്ക് അർഹതയുണ്ട്. അത് കിട്ടിയേ പറ്റൂ. അതേ നമ്മൾ പറയുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു നിയമവും സംവിധാനവും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ പ്രാതിനിധ്യത്തിൻ്റെ പെർസെൻറ്റേജ് അതവിടെ നിലനിൽക്കണം. അതിനാവശ്യമായ ചർച്ചകൾ നടക്കണം. അതിനനുസരിച്ച് നിയമം ഉണ്ടാകണം. തീർച്ചയായും. പക്ഷേ അങ്ങനെ ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ റിലേറ്റിവിറ്റി ആണല്ലോ തിയറി, ഈ കമ്പാരിസണിലൂടെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെറിയ ഒന്നാകുന്നതിന് ഇപ്പുറം ഒരു വലിയ ഒന്നിടുമ്പോഴാണ്
എന്ന് പറയുന്നത് പോലെ ഇവർ കേരളത്തിൻ്റെ സീറ്റുകൾ വർദ്ധിപ്പിക്കില്ല, കുറയ്ക്കില്ല എന്ന് പറയുകയും യു പിയുടെ സീറ്റ് ക്രമാതീതമായി ഉയർത്തുകയും ചെയ്താൽ അസന്തുലിതമായി. ഈ ശതമാനം നോക്കിയാലും അവിടെ വിഷയമാകും. അതാണ് 25 കൊല്ലത്തേക്ക് അതാണ് ഈ 25 കൊല്ലത്തേക്ക് ഫ്രീസ് ചെയ്യൂ എന്ന ഒരു നടപടിയിലേക്ക് പോകണമെന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയത അതാണ്. അവിടെ സമവായത്തിന് അങ്ങനെയുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അതെ, അതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ടതല്ലേ. വാജ്പേയിയുടെ കാലത്ത് തന്നെ വാജ്പേയിയുടെ കാലത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോ 21 നടക്കേണ്ട സെൻസസ് ഇതുവരെ നടന്നിട്ടില്ലല്ലോ. രാജേന്ദ്രൻ പന്തളം എന്താണ് പറയാനുള്ളത്? അതായത് നമ്മൾ ഭരണഘടനാനുസൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥയല്ലേ ഇത്? ഭരണഘടനാനുസൃതമായിട്ട് പോവാണ് നമ്മള്. അതാണ് ഡീലിമിറ്റേഷൻ അങ്ങനെ തന്നെയുള്ളവരാണ്. ഭരണഘടനയെ അങ്ങനെ പാലിക്കുന്നവരല്ലേ? അപ്പൊ ഇതിന് വേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് ഈ അനുപാതം നിലനിർത്താൻ വേണ്ടി ഇപ്പൊ തൽക്കാലം ഡീലിമിറ്റേഷൻ വേണ്ട. ആ ഡീലിമിറ്റേഷൻ വേണ്ടെന്ന് വെക്കണമെങ്കിൽ പാർലമെന്റിൽ അതിന് ബില്ല് പാസ്സാക്കണം. പാസ്സാക്കിയെങ്കിൽ മാത്രമേ പറ്റൂ. കാരണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടന അനുസരിച്ചുള്ള ഒന്നാണ് ഈ ഡീലിമിറ്റേഷൻ. അതിനകത്ത് മെമ്പർമാരായിട്ട് വരുന്നത് സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ജഡ്ജി, പാർലമെന്റിലെ സ്പീക്കർ നിയോഗിക്കുന്ന. അല്ല, ഈ രാഹുൽ ഗാന്ധി അടക്കം ഇന്ത്യ മുന്നണി അടക്കം പറഞ്ഞ് ജാതി സെൻസസ് അടക്കമുള്ളവയിലേക്ക് പോകേണ്ടി വരും. ജനസംഖ്യ സംബന്ധിച്ചുള്ള ഒരു പുതിയ കണക്കെടുക്കേണ്ടി വരും. അതിനൊക്കെ തയ്യാറാവോ? അതെ, ജാതി സെൻസസ് വരട്ടെ. ആർക്കാ പേടി? ജാതി സെൻസസ് വരട്ടെ. ജാതി സെൻസസ് വരട്ടെ. ആരാണ് ഭയക്കുന്നത്? ഈ ജാതി സെൻസസ് വരുന്നത് കൊണ്ട് BJP പുതിയ ജനസംഖ്യ കണക്കെടുപ്പിലേക്ക് പോകണ്ടേ? നിങ്ങൾ ഇതാണ് വർഗീയത എന്ന് പറയുന്നത്. ഒരു സമുദായത്തെ, ഒരു മതത്തെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അതിലെ ജാതി കാണുന്നില്ല. ജാതി സെൻസസ് ഞാൻ പറഞ്ഞതല്ല രാഹുൽ ഗാന്ധി. ശ്രീ വസന്തിലേക്ക് താങ്കൾ മിണ്ടാതിരിക്കുന്ന എന്താ? ഞാൻ ചോദിക്കട്ടെ, ഏത് വർഷത്തെ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്ന്? അതെ, അതിനൊരു ഉത്തരം പറയാമോ ശ്രീ രാജേന്ദ്രൻ പന്തളം? എന്താണ് ഏത് വർഷത്തെ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പുതിയ കണക്കുകൾ എടുക്കാൻ പോകുന്നത്? ഏത് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡീലിമിറ്റേഷൻ വരാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അമിത്ഷാ എന്തിനാ തമിഴ്നാട്ടിൽ പറഞ്ഞത്? തമിഴ്നാട്ടിൽ ഒരു യോഗത്തിൽ അമിത്ഷാ പറഞ്ഞല്ലോ ആർക്കും ബുദ്ധിമുട്ടാവില്ല, നിങ്ങളുടെ സീറ്റിൽ എണ്ണം കുറയില്ല. കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം കരുവന്നൂർ ബാങ്കിലേക്ക് പോവുകയാണ് രാജ്യത്തിന്റെ. അല്ല, അത് പറഞ്ഞോട്ടെ അജിൻസ്, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അല്ല, ഇത് ഏതായാലും നിങ്ങൾ ഇവിടെ കരുവന്നൂരും ED ഒക്കെ പറഞ്ഞു. അല്ല, EDയുടെ ഒരു കണക്കില്ലേ? നേരത്തെ ഇദ്ദേഹം പറഞ്ഞല്ലോ, രാജേന്ദ്രൻ പന്തളം പറഞ്ഞു, അതുപോലെ വസന്തൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസേ നമ്മുടെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പാർലമെന്റിനകത്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു EDയുടെ ഈ കൺവിക്ഷൻ റേറ്റിനെ കുറിച്ച്. കഴിഞ്ഞ എത്ര കേസ് രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ അതുപോലെ MLA-മാർക്കെതിരെ ഒക്കെ എടുത്ത കേസുകളുടെ എണ്ണം ചോദിച്ചു. ആ എണ്ണം ഒന്നാം UPA കാലത്ത് 42 ആണെങ്കിൽ, അല്ല, ഒന്നാം BJP NDA ഭരണകാലത്ത് 42 ആണെങ്കിൽ പിന്നെ എടുത്തത് 151 152 അങ്ങനെ മൊത്തം 191 കേസ് എടുത്തതിൽ എത്ര എണ്ണാണ് തെളിയിക്കപ്പെട്ടത്? 2 എണ്ണാണ്. അതിന്റെ ഒരു പെർസെന്റേജ് പരിശോധിച്ച് നോക്കണം കേട്ടോ. 2 അത് തന്നെ. അല്ല, തെളിയിക്കാൻ പറ്റുന്ന കുറെ ഉണ്ടായിരുന്നേ. നിങ്ങൾ അതിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളെ പിന്തുണച്ചാൽ അത് കിട്ടില്ല. ഈ പങ്കജ് ചൗധരി കൊടുത്ത മറുപടി ആയത്. അപ്പൊ EDയെ കാണിച്ച് ഈ ഭരണാധികാരികളെ നിങ്ങൾ വേട്ടയാടാൻ ശ്രമിക്കുന്നു. ആ വേട്ടയാടലിലൊന്നും നിൽക്കാത്ത ഭരണാധികാരികളാണ് ഈ ഭരണാധികാരികളെല്ലാം. നിങ്ങളത് ഡൽഹിയിലാകട്ടെ, കർണാടകയിലാവട്ടെ, നിങ്ങൾ പിന്നെ തമിഴ്നാട്ടിലാകട്ടെ, കേരളത്തിലാവട്ടെ, നിങ്ങളുടെ സകല ആയുധങ്ങളും എടുത്തുപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിന്? രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും വരെ നിങ്ങൾ ഈ അന്വേഷണത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എതിരാളികളെ എല്ലാം നിങ്ങൾക്ക് പറ്റാവുന്ന ആയുധങ്ങളെല്ലാം എടുത്ത് തകർക്കാനും ഇല്ലാതാക്കാനും നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വാസം കൽപ്പിക്കുന്നില്ല. അതിലൊന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അടുത്ത ആയുധവുമായിട്ട് നിങ്ങൾ വരിക. അങ്ങനെ ഈ ജനങ്ങൾ ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഈ രാജ്യത്തെ ഭരണഘടനയെയും രാജ്യത്തെ ഫെഡറൽ തത്വങ്ങളെയും ഒരു പരസ്പര ബഹുമാനത്തെയൊക്കെ തകർക്കുന്നതാണ്. തീർച്ചയായും ഇപ്പോഴും നിലനിൽക്കുകയാണ്. പാവങ്ങൾക്ക് കൊടകര കേസ് നിലനിൽക്കുന്നുണ്ട്. കൊടകര കേസുണ്ട്. അരവിന്ദ് കേജ്രിവാളിനെ ഇതുവരെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. അത് ED എടുത്ത കേസാണ്. EDയും അതിൽ പങ്കാളിയാണ്. എന്താണ് അതിന്റെ വിശ്വാസത്തേക്ക് അത് രണ്ടും മതി ഇപ്പൊ തൽക്കാലം. അതായത് BJPക്ക് അനുകൂലമായി നിലപാട് രാഷ്ട്രീയമായി എടുത്തപ്പോൾ അഴിമതിക്കാരല്ലാതായ എത്ര സംഭവവികാസങ്ങളുണ്ട് രാജ്യത്ത്? ശ്രീ രാജേന്ദ്രൻ പന്തളം, താങ്കൾക്ക് അറിയില്ലേ?
ആ വല മുറിച്ച് കിടക്കുന്ന സ്രാവുകളെ പറ്റി വസന്ത് തെങ്ങുമ്പളയ്ക്ക് ശരിക്ക് അറിയാമായിരിക്കും. ആ. BJP-യുമായിട്ട് ഒത്തുകളിച്ച ആ കേസിൽ നിന്ന് മുക്തനാവുമെന്നാണ് അവരുടെ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ BJP-യും CPM ഒന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. നമുക്ക് അതിലേക്ക് പോകണ്ട, ആ രാഷ്ട്രീയത്തിലേക്ക് പോകണ്ട. നമ്മൾ വന്ന വിഷയത്തിന് ഒരു പരിഹാരം നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. നോ അജിത് പവാറിനെ മഹാരാഷ്ട്രയിൽ ബഹു റാലി നിങ്ങളുടെ അമിത്ഷാ വിളിച്ചത് ക്യാപ്റ്റൻ ഓഫ് കറപ്ഷൻ എന്നാണ്. ആ ക്യാപ്റ്റൻ ഓഫ് കറപ്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ 2 ആഴ്ച എടുത്തില്ല ശ്രീ രാജേന്ദ്രൻ മന്ത്രം കേസ് മായ്ക്കപ്പെടാൻ. 4 കേസുണ്ടായിരുന്നു ഈ പറയുന്ന അജിത് പവാറിനെതിരെ. എന്താ നിങ്ങളുടെ അവസ്ഥ? അപ്പോ നിങ്ങൾ വാഷിംഗ് മെഷീനായി മാറിക്കോളൂ. പക്ഷേ അജിത് പവാറിന്റെ പാർട്ടിയുടെ ഒരു MLA ഈയിടെ അറസ്റ്റ് ചെയ്തത് താങ്കൾ അറിഞ്ഞിട്ടില്ലേ? ആ വാർത്ത താങ്കൾ വായിച്ചില്ല? 120 അജിത് പവാറിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു MLA അല്ല മന്ത്രി രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. അറിയുമോ നിങ്ങൾക്ക്? ആ വാർത്ത നിങ്ങൾ കണ്ടില്ല? അദ്ദേഹം തിരിച്ച് പ്രീവിയസ് NCP-യിലേക്ക് പോയിട്ട് കാണും. അപ്പൊ നിങ്ങൾ എഴുതും നിങ്ങളുടെ പപ്പറ്റല്ലേ. എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ശബ്ദം ബ്രേക്ക് ആയി. 96 കേസ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എടുത്തിരിക്കുന്നത് 122-ൽ 5 കേസുകളിൽ ഞാൻ പറഞ്ഞല്ലോ BJP നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഞാൻ അംഗീകരിക്കുന്നു. എപ്പോഴാണെന്ന് അറിയാമോ? ഒന്ന് ഈ വസുന്ധര രാജ സിന്ധ്യയെ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാളയത്തിൽ നിന്ന് ചാടിപ്പോകുമെന്ന് തോന്നുന്നവർക്കെതിരെ നിങ്ങൾ കേസെടുക്കും. എന്നിട്ട് അവരെ പിടിച്ച് ഉള്ളിൽ നിർത്തും. എന്നിട്ട് നിങ്ങൾ ആ കേസും വായിച്ചു കളയും. ഒരു വാഷിംഗ് മെഷീൻ അപ്പുറത്ത് എന്താണ് ഡിപ്പാർട്ട്മെന്റ് ആണത്? നിങ്ങളുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നോക്കൂ, ഞങ്ങൾ വളരെ കൃത്യമായി ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാം. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ ഏത് ഡാറ്റ വെച്ചാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന് ആരോടും പറയാൻ തയ്യാറല്ല. എന്താണ് മാനദണ്ഡം അത് നിങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. എന്ത് ബേസിസിലാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്? ഇപ്പൊ അമിത്ഷാ ഭരണഘടനയനുസരിച്ച് നിങ്ങൾ ഉയർത്തിപ്പിടിക്കാറുള്ള പാർലമെന്റിൽ ഇടത് എംപിമാർ മണിക്കൂറുകൾ ചോദിച്ചിട്ടും ഇതേ സംബന്ധിച്ച് വ്യക്തത വരുന്ന ഒരു മറുപടി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അമിത്ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് വസന്തിലേക്ക് പറയുന്നത് ശരിയാണ്. രാജേന്ദ്ര മണ്ഡലം പറയാൻ പോകുന്നില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞല്ലോ. അതിനുശേഷമാണല്ലോ മീറ്റിംഗ് നടന്നത്. പറയാൻ പോകുന്നില്ല, കുറയ്ക്കില്ല. അല്ലാതെ തന്നെ ജയിക്കാനുള്ള ആത്മവിശ്വാസം BJP നേടി. അതാണ് വസന്തിലേക്ക് ഈ ഘട്ടത്തിലാണ് ദക്ഷിണേന്ത്യ മാത്രമല്ല ഈ BJP വിരുദ്ധ രാഷ്ട്രീയമെല്ലാം ഒന്നിച്ചു നിൽക്കണം. ഈ ഉള്ളിലുള്ള ചെറിയ പോരുകളൊക്കെ ഒഴിവാക്കി ഒന്നിച്ചു നിൽക്കണം. ആ ടീം സ്പിരിറ്റോട് കൂടി. ഞാൻ ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ശ്രീ വി വസീഫിലേക്ക് പറയൂ വസന്ത്. ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കാണ്. അത് പാർലമെന്റ് ഹാളിൽ നടക്കുന്ന പ്രസ് മീറ്റിലും അദ്ദേഹം പറഞ്ഞു, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ സീറ്റ് കുറയില്ല. അതായത് കേന്ദ്രം തന്നെ തീരുമാനിച്ച നമ്മളുടെ കൺസേൺ അതാണ്. ഇത് നോക്കൂ, കേന്ദ്രം നമ്മളോട് പറയാണ് നിങ്ങളുടെ കൺസേൺ സീറ്റ് കുറയുമോ എന്നുള്ളതല്ലേ. പേടിക്കണ്ട, ഞങ്ങളത് തരില്ല. അവർ നമ്മളുടെ കൺസേൺ അതാക്കി മാറ്റി ഒടുക്കം നമ്മളെ സീറ്റ് കുറയ്ക്കാതിരിക്കുമ്പോൾ നമ്മളെ തൃപ്തിപ്പെടുത്താൻ നോക്കുകയാണ്. ശ്രീ രാജേന്ദ്ര മന്ത്രം ആൻഡ് BJP ആൻഡ് അമിത്ഷാ, നമ്മുടെ കൺസേൺ അതല്ല. ഞങ്ങളുടെ കൺസേൺ പ്രൊപ്പോർഷണാലിറ്റി സീറ്റിംഗ് ആണ്. അതാണ് കൃത്യമായ വിഭജനമാണ് വേണ്ടത്. ശ്രീ വസീഫ് അരമിനിറ്റിൽ താഴെ ഈ നീക്കങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ദക്ഷിണേന്ത്യയുടെ? തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്നിച്ചു നിന്നാൽ, ഈ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ രാജ്യത്തെ ഭരണഘടനയെയും ഫെഡറലിസത്തെയും ഒക്കെ തകർക്കുന്ന BJP-യുടെ തെറ്റായ നയങ്ങൾക്കെതിരെ വലിയ താക്കീത് നൽകാൻ സാധിക്കും. രാജ്യത്തെ ജനങ്ങളാരും ഈ പറയുന്ന പോലെ ഭൂരിപക്ഷം ജനങ്ങളും BJP-യുടെ ഈ സങ്കുചിത താല്പര്യത്തോട് ചേർന്ന് നിൽക്കുന്നവരല്ല എന്നുള്ളത് കൂടി ഇവരെ ബോധ്യപ്പെടുത്താൻ ഈ അവസരത്തിൽ നമുക്ക് സാധിക്കും. ശരി, ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിയുടെ പൂർവ്വം.